+2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുന്ന പൈസയാണ് 1 കോടി രൂപ. ബ്രില്യൻ്റ് കമ്പ്യൂട്ടർ സെൻറ്റർ എന്നൊരു ബിൽഡിംഗ് ആയിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഈ കമ്പ്യൂട്ടർസ് അങ്ങ് മായ്ച്ചാൽ സ്റ്റഡി എന്ന് ചേർത്താൽ അത്രയും ലാഭിക്കാം. അപ്പം ആ ബ്രില്യൻ്റ് അവിടെ നിർത്തി കമ്പ്യൂട്ടർ മായച്ചിട്ട് അവിടെ ഒരു സ്റ്റഡി എന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡായത്. ക്ലാസ് കഴിയുമ്പോഴേ ഞങ്ങൾ ഷർട്ട് ഊരിയിട്ട് ഞങ്ങൾ ഡെസ്ക് പിടിച്ചിരുന്നു. കാരണം ഓരോ ദിവസവും ആ ക്ലാസ് എത്ര പേര് ഇരിക്കണം നോക്കിയിട്ട് അവിടുന്ന് ഡെസ്ക് ഇങ്ങോട്ട് മാറ്റുന്നു. ഇതെല്ലാം ചെയ്യുന്നു. ആദ്യത്തെ 4 തൊഴിലാളികൾ നിങ്ങൾ തന്നെയാണ്. 40 വർഷമായി എന്തുകൊണ്ട് ഡയറക്ടേഴ്സ് മില്യനേഴ്സ് ആയില്ല, കോടിപതികളായില്ല എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. ബ്രില്യൻറ്റിൻ്റെ ഏതൊരു ബാച്ചിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു 70 പേരുള്ള ബാച്ച് ഉണ്ടെങ്കിൽ ഒരു 25 പേര് സാധാരണക്കാരുടെ മക്കൾ തികച്ചും ഫീസ് സൗജന്യത്തിലായിരിക്കും പഠിക്കുന്നത്. പക്ഷേ അവിടെ ഞാൻ കണ്ട കാഴ്ച ആ ഡോറ് തുറന്നു കൊടുക്കുന്നു. ഞങ്ങളുടെ പോളിസി സ്റ്റുഡൻസ് ഫ്രണ്ട്ലി, പാരൻസ് ഫ്രണ്ട്ലി. സ്റ്റീഫൻ സാറിനെ കാണണമെന്ന് പറഞ്ഞാൽ കയറിപ്പോരെ. ഈ പിള്ളേരുടെ നിങ്ങൾ പറയാറുണ്ട് നിങ്ങൾ അനുവാദം പോലും മേടിക്കണ്ട, നിങ്ങൾ കയറിപ്പോരെ. അപ്പോൾ ഒരു ടോപ്പ് 10 കുട്ടികളെ എടുത്താൽ അതിൽ എത്ര പേര് ഇപ്പോൾ ബ്രില്യൻറ്റ്? 10 ഔട്ട് ഓഫ് 10. 10 ഔട്ട് ഓഫ് 10 ആണ്. ഏതൊരു പ്രവേശന പരീക്ഷയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മലയാളികൾ ഏതെങ്കിലും ഒരു കോളേജിൽ പ്രവേശനം നേടുന്നുണ്ടെങ്കിൽ ഏതാണ്ട് 90 മുതൽ 92% വരെ മെറിറ്റുള്ള കുട്ടികൾ പ്രവേശനം നേടുന്നത് ബ്രില്യൻറ്റിലൂടെയാണ്. മലയാളികളുടെ ഇടയിൽ പാല എന്ന നഗരം വളരെ വിശിഷ്ടമായൊരു നഗരം തന്നെയാണ്. നമുക്കറിയാം, പാല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് റബ്ബറും നമ്മുടെ മാണിസാറും ബ്രില്യൻറ്റുമാണ്. ബ്രില്യൻറ്റ് പാല. ഈ നാമം കേൾക്കാത്ത മലയാളി ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ മക്കളെ ഉന്നത പഠനത്തിനായി പരിശീലിപ്പിക്കുന്ന ഒരു വലിയ സ്ഥാപനം. ബ്രില്യൻറ്റ് പാല എന്ന് പറയുമ്പോൾ അതിൻ്റെ സാരഥികളെ നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അതിൻ്റെ സാരഥിയായ ഒരു പാർട്ട്ണർ എന്നോടൊപ്പം ഉണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനോടൊപ്പം. ഹായ്, ഞാൻ ഷമീം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ബ്രില്യൻറ്റ് പാലയുടെ കഥ എന്താണെന്ന് അറിയണമെങ്കിൽ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. എല്ലാ ബഹുമാനത്തോടു കൂടി ഞാൻ സ്പാർക്കിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതിൻ്റെ സാരഥികളിലൊരാളായ സ്റ്റീഫൻ സാറിനെ. സ്റ്റീഫൻ സാർ, സ്വാഗതം സ്പാർക്കിലേക്ക്. സ്വാഗതം. അതോടൊപ്പം തന്നെ ശിവകുമാർ എന്നോട് കൂടി ഉണ്ട്. സ്വാഗതം സ്പാർക്കിലേക്ക്. സ്റ്റീഫൻ സാറിലേക്ക് തന്നെ ഞാൻ കിടക്കാം. ഞാൻ ബ്രില്യൻറ്റ് പാലയിൽ വന്ന് താങ്കളെ കാണാനായിട്ട് ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. സാറ് പാലക്കാരനാണോ? പാലക്കാരനാണ്. പാലായിൽ പഠിച്ച ആൾ തന്നെയാണ്. ഞങ്ങൾ പാലായിൽ ഒന്നിച്ച് കോളേജിൽ പഠിച്ച നെയ്ബേഴ്സായ 3 പേര് ചേർന്ന് ഞങ്ങൾ പഠിച്ച് പുറത്തിറങ്ങി, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം എന്തെങ്കിലും ഒരു തൊഴിൽ എന്നൊരു പ്രത്യേകിച്ചൊരു പള്ളിപ്പെരുന്നാളിന് ചെന്നപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ 3 പേരും ആലോചിച്ചു, നമുക്കൊരു സ്ഥിരമായ ജോലി കിട്ടുന്നവരും വരെ എന്തെങ്കിലും ഒരു താൽക്കാലിക സംവിധാനം എന്ത് ചെയ്യാം. അപ്പോൾ അന്നത്തെ കാലത്ത് കോളേജിൽ പീഡികയുള്ള കാലമാണ്. അപ്പോൾ ഏതെങ്കിലും കോളേജിൻ്റെ സമീപത്ത് പോയൊരു ട്യൂഷൻ സെൻ്റർ അങ്ങ് തുടങ്ങാം. അപ്പം ഞങ്ങൾ അതങ്ങ് 3 പേരും തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അടുത്തുള്ളത് പാലായിൽ സെൻറ്റ് തോമസ് കോളേജും അൽഫോൺസ കോളേജ്, രണ്ടും അടുത്തടുത്താണ്. അതിന് സമീപത്ത് എവിടെയും കെട്ടിടം കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ 3 പേരും കൂടെ പിറ്റേ ദിവസം പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ഇടിഞ്ഞ് പൊടിഞ്ഞ് വീഴാറായ പഴയ ഒരു ട്യൂഷൻ സെൻറ്റർ ആരോ നടത്തി അത് നഷ്ടത്തിലാക്കി ഇട്ടിട്ട് പോയതാണ്. അപ്പോൾ അയാളുടെ ഇത് ചോദിച്ചും പറഞ്ഞു, ഓക്കെ സന്തോഷം, ഫർണിച്ചറെല്ലാം കിടപ്പുണ്ട്, എടുത്ത് നടത്തിക്കോളാൻ പറഞ്ഞു. പിന്നെ അപ്പം പറഞ്ഞൊരു കണ്ടീഷൻ പറഞ്ഞു, നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു രക്ഷകർത്താക്കൾ വന്ന് പറയണം, നിങ്ങൾ പിള്ളേരല്ലേ. അപ്പം എൻ്റെ ഫാദർ കൂട്ടത്തിൽ വന്നു, ചോദിച്ചു, കുഴപ്പമില്ല. അപ്പം ചെറിയൊരു വാടകയ്ക്ക് ഞങ്ങൾ ആ സ്ഥാപനം എടുത്ത് 3 പേരും കൂടെ ട്യൂഷൻ സെൻറ്റർ. താങ്കളുടെ സുഹൃത്തുക്കളുടെ പേര്? ഒരാൾ ജോർജ് തോമസും ഒരാൾ സെബാസ്റ്റ്യൻ. ഞങ്ങൾ നെയ്ബേഴ്സാണ്, ഒന്നിച്ച് പഠിച്ചവരുമാണ്. അപ്പോൾ ഇതിനൊരു ഇനിഷ്യലൊരു പ്രശ്നമുണ്ട്. കാരണം ഇത് ചിലപ്പം വളരെ മോശമായിട്ട് എടുക്കുന്ന ബിൽഡിങ്ങാണ്. അത്യാവശ്യം ഒന്ന് വൈറ്റ് വാഷ് ചെയ്താലൊക്കെ ആകുള്ളൂ. ഞങ്ങൾ ഏകദേശം കണക്കൂട്ടിപ്പം പുള്ളിക്കൊരു 500 രൂപ സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 പേരും വീട്ടിൽ ചെന്ന് ഒരു 500 രൂപ വെച്ച് തരാമോ ഞങ്ങളുടെ പാരൻസിനോട് ചോദിക്കുന്നു. അവർ 3 പേരും അങ്ങനെ 1500 രൂപ, അതാണ് ഞങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ, ഇനിഷ്യൽ അതേ ഉള്ളൂ മൂലധനം അതേ ഉള്ളൂ. അതിനകത്ത് വന്ന് തിരിച്ച് ഞങ്ങൾ തന്നെ അടിച്ചു വാരി ക്ലീൻ ചെയ്ത് ഒരു പയ്യനെക്കൊണ്ട് കുറച്ച് വൈറ്റ് വാഷ് ഞങ്ങളും കൂടി ചെയ്യിച്ചു. ഡെസ്കെല്ലാം ക്ലീനാക്കി ഒരു ബോർഡ്, ഒരു പേര് വേണം. ആ പേര് വേണമെന്നപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം, ഞങ്ങൾ ഈ 500 രൂപ 1500 രൂപയ്ക്ക് കാര്യങ്ങൾ നടക്കണം. അപ്പോൾ അവിടെ ഒരു ബ്രില്യൻ്റ് കമ്പ്യൂട്ടർ സെൻറ്റർ എന്നൊരു ബിൽഡിംഗ് ആയിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഈ കമ്പ്യൂട്ടർസ് അങ്ങ് മായ്ച്ചാൽ
സ്റ്റഡി എന്ന് ചേർത്താൽ അത്രയും ലാഭിക്കാം. അപ്പം ആ ബ്രില്യൻ്റ് അവിടെ നിർത്തി കമ്പ്യൂട്ടർ വായിച്ചിട്ട് അവിടെ ഒരു സ്റ്റഡി അത് ലാഭിക്കാൻ വേണ്ടിയിട്ട് ലാഭിക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡായത്. ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞങ്ങൾ മൂന്നും, ഞാൻ കെമിസ്ട്രിയാണ്, ഞാൻ കെമിസ്ട്രിയും ഫിസിക്സും പഠിപ്പിക്കും, അവർ രണ്ടുപേരും മാത്തമാറ്റിക്സ്. അപ്പം പിന്നെ ഒരു വലിയൊരു എന്ത് അനുഗ്രഹം. പ്രായമുണ്ട് സാറിനൊന്ന്? അന്ന് ഞങ്ങൾ 85 സ്റ്റാർട്ട് ചെയ്യുന്നത്. 85 26 അപ്പം ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞാൽ ജോർജ് സാറിൻ്റെ പെങ്ങൾ അൽഫോൺസാ കോളേജിൽ പഠിക്കുന്നുണ്ട്, എൻ്റെ അനിയൻ സെൻറ് തോമസ് കോളേജിൽ പഠിക്കുന്നുണ്ട് ഡിഗ്രി. അവർ രണ്ടുപേരും ക്ലാസ് ചെന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ചേട്ടന്മാരവിടെ ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്, വരുന്നോ. അങ്ങനെ അവരാണ് ഞങ്ങളുടെ മാർക്കറ്റിംഗ്. അങ്ങനെ ഒരാൾ 2 ആൾ. അപ്പോൾ ഞങ്ങൾ നോക്കിയിരിക്കുക, ആരെങ്കിലും വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ വന്നു, ഓരോരുത്തർ വന്നു. ഞങ്ങൾ അവർക്ക് ട്യൂഷൻ ക്ലാസ് ഞങ്ങൾ തന്നെ എടുക്കുന്നത്. പിന്നെ അവിടെ നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേറെ ആളെ വേണം. ഞങ്ങൾ ഒരാളെ സ്പെയർ ചെയ്തു. അടുത്ത വർഷമായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 2 ഫസ്റ്റ് ഇയറായി, സെക്കൻഡ് ഇയറായി. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയർ ഫിസിക്സ് പഠിപ്പിക്കാൻ അറിയാം, സെക്കൻഡ് ഇയർ ഫിസിക്സ് പഠിപ്പിക്കാൻ എനിക്കറിയില്ല, ഞാൻ കെമിസ്ട്രിക്കാരനാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് ചോദിച്ചു, ഞാൻ MSc-കാരനാണ്, എനിക്ക് കൂടെ പണി തരാവും. സന്തോഷ് സാർ ഞങ്ങളുടെ 4ാമത്തെ ഡയറക്ടറാണ്. ഓക്കെ. അദ്ദേഹം വന്ന് ഞാൻ MSc കഴിഞ്ഞ് കോതമംഗലത്ത് നിന്ന് MSc കഴിഞ്ഞാണ് ഒരു തൽക്കാലത്തേക്ക്. അപ്പോൾ കൂടിക്കോളാൻ പറഞ്ഞു. അദ്ദേഹവും കൂടെ കൂടി ഞങ്ങൾ 4 പേരും കൂടെ ക്ലാസ് എടുക്കുന്നു. ആ വർഷം ഞങ്ങൾക്ക് ലോസാണ്. ഞങ്ങളുടെ കണ്ടീഷൻ ഇതാണ്, 40% സ്ഥാപനത്തിന്, 60% അവർക്ക് എടുക്കുന്ന ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ വീതം വെച്ചപ്പോൾ ഞങ്ങൾക്ക് വാടകയും കഴിഞ്ഞിട്ട് ഒരു 4000-ഓളം രൂപ നഷ്ടമാണ്. അപ്പം ഞങ്ങൾ ചിന്തിച്ചു, സന്തോഷ് സാറിനെ പാർട്ട്ണറാക്കിയാൽ ആ നഷ്ടത്തിൻ്റെ ഭാഗം പുള്ളി കൂടെ ചോദിച്ചെങ്ങനെയാണ് പുള്ളി വെച്ച് കൂടിക്കോളാം. അങ്ങനെ അദ്ദേഹത്തെ കൂടെ ഞങ്ങൾ പാർട്ട്ണറാക്കി. അതുകൊണ്ട് വിഷമമൊന്നും കേട്ടോ, അത് നല്ലതായി. അപ്പം അങ്ങനെ 4ാമതൊരാളും കൂടെ പിന്നെ നെക്സ്റ്റ് ഇയറാണ്. അങ്ങനെ ഞങ്ങൾ അന്ന് കോളേജിലൊക്കെ ഞങ്ങൾ രാവിലെ പോയാൽ രാവിലെ വൈകിട്ട് മാത്രമേ ട്യൂഷനുള്ളൂ. പക്ഷേ അന്നൊക്കെ ഇഷ്ടംപോലെ സമരങ്ങളാണ്. സമരം കഴിഞ്ഞാൽ അന്നേരം ഞങ്ങൾ പറയും നിങ്ങൾ എപ്പം പറഞ്ഞ് പോലെ ഞങ്ങളിവിടെ ഞങ്ങളുടെ പകലൊടിക്കും മരിക്കുക. അപ്പം അങ്ങനെ ആയപ്പോൾ ആദ്യത്തെ കുറച്ച് പിള്ളേർ ചോദിച്ചു, ഞങ്ങൾക്ക് എൻട്രൻസ് എഴുതിയാൽ കൊള്ളാം, എന്തെങ്കിലും പറഞ്ഞു തരാമോ? ഞങ്ങൾക്കൊരു ധൈര്യമില്ല, ഞങ്ങൾക്ക് പരിചയമൊന്നുമില്ല. അന്ന് വേറെ ഞങ്ങളുടെ സമീപത്തൊരു സ്ഥാപനമുണ്ട്, എൻട്രൻസ് കോച്ചിങ് നടത്തുന്നുണ്ട്. പക്ഷേ എന്തോ പിള്ളേർക്ക് അവിടെ ഞങ്ങൾ എടുത്ത് പറഞ്ഞു. അപ്പം ഞങ്ങൾ പകൽ സമയത്തിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്ന് കരുതി ഈ കുട്ടികളുടെ നിർബന്ധത്തിന് പിന്നെ അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷ് സാറാണ് തീരുമാനം, നമുക്ക് നടത്താം എൻട്രൻസ്. അപ്പോൾ ഞങ്ങൾ ഒരു അവധിക്കാല ബാച്ച് ഒരെണ്ണം അങ്ങ് തുടങ്ങി. ചരിത്രപരമായ തീരുമാനം. അന്നത്തെ നമ്മൾ ഈ +2 കഴിഞ്ഞിട്ട് 1 മാസത്തെ പ്രോഗ്രാം 25 കുട്ടികളെ കിട്ടി. അതിൻ്റെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം, ഞാനത്തെ തന്നെ ഒരു MBBS ഫസ്റ്റ് ഇയർ തന്നെ ഒരു MBBS, പിന്നെ കുറച്ച് നേഴ്സിംഗ്, അന്നൊക്കെ നേഴ്സിംഗ് എല്ലാം അത് വരുന്ന നേഴ്സിംഗ്, കുറച്ച് എൻജിനീയറിംഗ് എല്ലാം കിട്ടുന്നു. നെക്സ്റ്റ് ഇയർ ഞങ്ങൾ 2 ബാച്ചാകും. കാരണം 2 റൂമേ ഞങ്ങൾക്ക് അവിടെ ഉള്ളൂ. അപ്പം ഒരു 40 പേരുടെ ബാച്ചും ഒരു 30 പേരുടെ വേറെ ബാച്ചും. പക്ഷേ എന്തോ പെട്ടെന്ന് അങ്ങോട്ട് നിറഞ്ഞു. 71ാമതൊരാൾ വന്ന് ചോദിച്ചു, ഞങ്ങൾ എടുക്കാവോ? ഇല്ല, സീറ്റില്ല. അന്ന് മുതൽ ഇന്ന് വരെ 40 വർഷമായിട്ട് ഞങ്ങൾക്ക് എന്നും ക്ലോസിങ്ങും സാങ്കേതികമാണ്, ഇപ്പോഴും സാങ്കേതികമാണ്. ഞങ്ങൾക്ക് ക്ലാസ് റൂം നിറച്ച് പിള്ളേരാവും, അതിനപ്പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം അത് രസത്തോടെ ഒരാൾ വന്നിട്ട് പറഞ്ഞ് പുള്ളി കൊച്ചിനെ പഠിപ്പിച്ചേ നോക്കൂ. ഞങ്ങൾ കൊണ്ട് കാണിച്ചേട്ടാ ഇതുകൊണ്ടോ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ 2 റോയ്ക്കിടയ്ക്ക് ഒരു കസേര അങ്ങേരത്തിലാവെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പോയി കസേരട്ടാ ഇന്ന് എഴുതാൻ വേണ്ടേ, അല്ല ഞാൻ അതിനോട് കൂട്ടി എഴുതാനുള്ള ബോർഡൂടെ ഉള്ള സാധനം ഞാൻ കൊണ്ടുവരാം. അദ്ദേഹം ഒരു കസേരയും അതിൽ വെച്ചെഴുതാനുള്ള ഫ്രെയിം സഹിതം അദ്ദേഹം അയാളെ മകളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. അത് ഞങ്ങളുടെ കാലത്ത് ഒരു 20 വർഷത്തോടെ ഞങ്ങളോട് ഉണ്ടായിരുന്നു. പിന്നെ പിന്നീടുള്ള വർഷങ്ങളൊക്കെ അപ്പോഴേക്കും നമുക്ക് പൈസയൊക്കെ എടുക്കാറായി. പൈസയൊക്കെ എടുക്കാറായി. അപ്പം പക്ഷേ നമുക്ക് ഞങ്ങൾ ചോദിച്ചപ്പോൾ എൻട്രൻസ് തുടങ്ങുകയാണെങ്കിൽ നന്നായിട്ട് നടത്തണം. അപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചു ഏതെങ്കിലും റിട്ടയർഡ് ഹാൻഡ്സിനെ കൂടെ കൊണ്ട് നല്ല എക്സ്പെർട്സ്. അപ്പോൾ ഞങ്ങളൊരു BCM കൊടുത്തിട്ടൊരു ഗ്രേസി മത്തായി എന്നൊരു പ്രൊഫസറെ വീട്ടിൽ പോയി കണ്ടു. അദ്ദേഹം നല്ല എക്സ്പേർട്ടാണ്. പക്ഷേ പുള്ളിക്കാരൻ നല്ല ഏജ്ഡാണ്. പുള്ളിക്കാരൻ എൻ്റെ മക്കളെ അത്ര സ്നേഹത്തോടെ എൻ്റെ മക്കളെ ഞങ്ങൾ രാവിലെ വരാം, വന്നിട്ട് ടീച്ചറിനെ ഞങ്ങൾ ബസ്സേ കയറ്റി ഞങ്ങൾ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുപോകാം. അപ്പം അങ്ങനെ ഞങ്ങളുടെ നിർബന്ധത്തെ വഴങ്ങി പുള്ളിക്കാരത്തെ ഞങ്ങൾ രാവിലെ ഒരാളവിടെ ചെല്ലും, പുള്ളിക്കാരത്തെ ബസ്സൊക്കെ കയറ്റി കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിച്ചിട്ട് നമുക്ക് വാഹനമൊന്നുമില്ല, ഞങ്ങൾക്ക് ആ ഒരു വാഹനമില്ല. ഞങ്ങൾ ഈ ആദ്യകാലത്തൊക്കെ ഞങ്ങൾ രാത്രി ക്ലാസ് കഴിഞ്ഞിട്ട് KSRTC സ്റ്റാൻഡിൽ പോയി ഇരുന്നിട്ട് ത്രൂ ഔട്ട് KSRTC സ്റ്റാൻഡിൽ നിന്നിട്ട് 4 മണിക്കത്തെ KSRTC ബസ് കയറി വീട്ടിൽ പോകുമായിരുന്നു. അത്ര രാത്രി പോലും നിങ്ങൾ ഈ പണിയായി ക്ലീനിങ് അതൊക്കെ കാര്യങ്ങളത്. അങ്ങനെ ഓരോ വർഷം കഴിയുന്നതോടും പടിപടിയായിട്ട് നമ്മൾ പിന്നെ ഞങ്ങളുടെ എണ്ണം കൂടി, സ്റ്റാഫിൻ്റെ എണ്ണം, ബാച്ചുകളുടെ എണ്ണം കൂടി.
റിസൾട്ടും വന്നു തുടങ്ങി. അത് അപ്പോൾ നമ്മൾ സ്ഥാപനം വിപുലീകരിച്ചോ? സ്ഥാപനം വിപുലീകരിച്ചു. ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഉള്ള ആ ബിൽഡിങ്ങിനകത്ത് കൊള്ളാൻ പറ്റാത്ത വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം ഉണ്ട് ഞങ്ങളുടെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ കോച്ചിങ് സെൻ്ററുകാരൻ അത് വൈൻഡപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങളത് വിലക്കെടുത്തു. വിലക്ക് അയാൾ ബിൽഡിംഗ് അല്ല, അയാളുടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം വിലക്കെടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് മാറുന്നു. പിന്നീട് ഡോക്ടർ സി ടി കൊട്ടാരംകുളം എന്നൊരു ബിൽഡിംഗ് അവിടെ ഉണ്ടായിരുന്നു. അതൊരു പാരലൽ കോളേജ് നടത്തിയിരുന്നതാണ്. അതും സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഞങ്ങൾ ആ ബിൽഡിംഗ് കൂടെ ഞങ്ങൾക്ക് തന്നു. ഓരോ ഘട്ടങ്ങളെ വളർച്ചയാണ്. അപ്പം ആ ബിൽഡിംഗ് അത്രയും നിറച്ച് പിള്ളേരെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി. പിന്നീട് ഞങ്ങൾ മുത്തോലിയിലേക്ക് കുട്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സ്ഥലമില്ല എന്നുള്ളത്. അപ്പം നമുക്ക് അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഏറ്റവും വലിയ നേട്ടം ഞങ്ങൾക്ക് കിട്ടിയ പഠിപ്പിക്കാൻ വന്നതോ അല്ലെങ്കിൽ ഈവൻ ഓഫീസ് സ്റ്റാഫായിട്ടോ ക്ലീനിങ് സ്റ്റാഫായിട്ടോ വരുന്ന ഏതൊരാളും എൻ്റെ സ്ഥാപനം എന്നൊരു ഫീലിംഗ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു ഇന്ന് 40 വർഷത്തിൽ എടുക്കാമെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാക്കി ഒരു സ്റ്റാഫ് പോലും ഞങ്ങൾക്കില്ല. അതൊക്കെ ഒരു വലിയ ദൈവാനുഗ്രഹം തന്നെയാണ്. അവർ വിട്ടു പോകുന്നില്ല, അവരവിടെ തന്നെ വിട്ടു പോകുന്നുണ്ട്. അപ്പം ഒത്തിരി പേരും നല്ല പ്ലേസ്മെൻറ്റ് കിട്ടും പോകുന്നുണ്ട്. ഈവൻ അന്ന് പഠിപ്പിച്ച 40 വർഷം മുമ്പ് ഞങ്ങളോട് പഠിപ്പിക്കാൻ കൂടിയ സാർ ഇപ്പോഴും ഞങ്ങളോട് 40 വർഷമായിട്ട് ആ സാറ് ഇപ്പോഴും ഉണ്ട്. ഒരാളുണ്ട് 85 തുടങ്ങി 2025 നമ്മൾ സംസാരിക്കുമ്പോൾ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റോയ് സാർ എന്ന് സാർ ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ വർഷം വരെ കെമിസ്ട്രിയിൽ അശോക് സാറും ഉണ്ടായിരുന്നു. അപ്പം സാറിന് കുറേ പ്രായമായി, കുറേ ആരോഗ്യ പ്രശ്നമുണ്ട്. പക്ഷേ സാർ ഇപ്പോഴും 40 വർഷമായിട്ട് ആ സാറ് ഞങ്ങളുടെ ഒരു സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും, ക്ലാസ് മാത്രമല്ല ഞങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റും അങ്ങനെ കാര്യങ്ങൾക്ക് എല്ലാത്തിനും സഹായിക്കാൻ പുള്ളി ഇപ്പോഴും ഞങ്ങൾക്കൊപ്പം ഉണ്ട്. അപ്പം ആ ഒരു ബന്ധം പിന്നെ പടിപടിയായിട്ട് ഞങ്ങളുടെ റിസൾട്ട് നന്നായി, കുട്ടികളുടെ എണ്ണം കൂടി, അതെല്ലാം നല്ല ഒരു ഇതായിട്ട്. പാലയിൽ തന്നെ ഇപ്പോൾ എത്ര സെൻറ്ററുകളുണ്ട്? പാലായിൽ 3 ബിൽഡിങ്ങിലായിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വലിയ 2 ക്യാമ്പസ് പാലായിൽ തന്നെ ഉണ്ട്. അത് ഏത് വർഷമാണ് നമ്മളൊരു ഇപ്പോൾ 2020 ഒരു പുതിയ ബിൽഡിംഗ് വന്നിരിക്കുന്നത്. അതിന് മുമ്പത്തേത് 2005 ഏകദേശം ഒരു 150ഓളം ബാച്ചുകൾ എടുക്കാൻ മാത്രമുള്ള ക്ലാസ്. എത്ര സ്റ്റുഡൻസ് ഉണ്ട് നമുക്കിപ്പോൾ? ഇപ്പോൾ ഞങ്ങൾക്ക് പാലായിൽ മാത്രമല്ല 8 സെൻറ്ററുകൾ ഞങ്ങൾ ക്ലാസ്സായി. ഈവൻ പറഞ്ഞാൽ കോളേജ് കേരളം ഒട്ടാകെയായി. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, കോട്ടക്കൽ, കോഴിക്കോട്, കണ്ണൂർ, പാല കൂടെ ഇപ്പം അത്രയും സ്ഥലങ്ങളിലായിരിക്കുന്നു. 8 സെൻറ്ററുകളിലായി അറ്റ് എ ടൈം എത്ര കുട്ടികൾ അവിടെ പഠിക്കുന്നു? എല്ലാ ബാച്ചും എടുക്കാവുന്ന ഒരു 60,000 മുതൽ 70,000 സ്റ്റുഡൻസ് വരെ ഞങ്ങൾക്ക് ഇപ്പോൾ അറ്റ് എ ടൈം 60,000 70,000. അത് പല ബാച്ചാണ്. അതായത് ഞങ്ങളുടെ ക്ലാസ്സുകൾ 6ാം ക്ലാസ് മുതൽ ആരംഭിക്കുന്നു. 6ലെ ഫൗണ്ടേഷൻ ക്ലാസ്, 6, 7, 8, 9, 10 ഫൗണ്ടേഷൻ ക്ലാസ്, +1നോടും +2നോടൊപ്പം സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിനുള്ള ക്ലാസ്, പിന്നെ +2 കഴിഞ്ഞിട്ട് കിട്ടാത്തവരുടെ റിപ്പീറ്റേഴ്സ് ബാച്ച്. അതാണ് ഏറ്റവും കൂടുതൽ. എല്ലാം ഓഫ്ലൈൻ കാര്യങ്ങളാണ്. ക്ലാസ് റൂമിലുള്ള 60,000 തൊട്ട് 70,000 പല ദിവസം അതെ ഉണ്ട്. അത്രയും പറ്റും. ഈ 8 സെൻറ്റർ കൂടാതെ സാറ്റലൈറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. ചില ഒരു 30ഓളം സ്ഥലങ്ങളിൽ സ്കൂളുകൾക്ക് സമീപത്തായിട്ട് ഞങ്ങൾക്ക് എൻട്രൻസ് ക്ലാസ് എടുക്കുന്നുമുണ്ട്. ഒത്തിരി സ്ഥലങ്ങളുണ്ട്. കേരളം ഒട്ടാകെ ഉണ്ട്. ഈ 8 സെൻറ്റർ 7 ഡേയ്സും വർക്ക് ചെയ്യുന്നതാണ്. കൂടാതെ ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾക്ക് എൻട്രൻസ് ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു 30 സെൻറ്റർ വേറെ. അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ എണ്ണം വേറെയാണോ? എല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞത്. ഈ പാല എന്ന് പറയുന്ന സ്ഥലം ഇന്നിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ താങ്കളുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ചു, ആ പോകുന്ന സ്ഥലത്തെല്ലാം തന്നെ ഒട്ടുമിക്ക വീടുകളും അവിടെയുള്ള കെട്ടിടങ്ങളും ഒക്കെ ഈ സ്റ്റുഡൻസ് താമസിക്കുന്ന സ്ഥലങ്ങളായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ആ നാട്ടുകാർക്ക് ശരിക്കും ബ്രില്യൻ്റ് എന്ത് സഹായമാണ് ചെയ്യുന്നത്? സഹായമൊന്നല്ല, അവർ ഞങ്ങൾക്ക് ചെയ്യുന്ന സഹായമാണ്. തിരിച്ചാണ്. കാരണം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സ്റ്റാഫ് ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടുകാരിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം ഇത് ഞങ്ങളുടെ സ്ഥാപനം. കാരണം ഇതൊരു സാറ് പറഞ്ഞത് ശരിയായിരിക്കും, ഞങ്ങൾ വഴി അവർക്ക് നേട്ടം ഉണ്ടാകും. തിരിച്ച് അവരുടെ സപ്പോർട്ടെന്ന് ഭയങ്കര വലുതാണ്. അപ്പം അവർക്ക് എല്ലാവർക്കും, ഈവൻ മുത്തോലി എന്ന് പറഞ്ഞാൽ പഞ്ചായത്താണ്. പഞ്ചായത്തിൽ ഒരു 4 വാർഡെങ്കിലും ഫുള്ളായിട്ട് എല്ലാ വീട്ടിലും തന്നെ ഒരു 4 പേരെങ്കിലും താമസിപ്പിക്കാത്ത വീടുകളില്ല. കാരണം അവർക്കൊരു അഡീഷണൽ ഇൻകമാണ്. പിന്നെ പാലായിലെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും നോക്കുകയാണെങ്കിലും അതിൻ്റെ ഇപ്പോൾ ഞങ്ങൾ അത് ഏറ്റവും വലിയ തിരിച്ചറിഞ്ഞ കോവിഡ് കാലത്താണ്. കോവിഡ് കഴിഞ്ഞ് ആഫ്റ്റർ കോവിഡ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പാലാ തന്നെ ഉറങ്ങിയതുപോലെ പോയായിരുന്നു. മുത്തോലി ഷട്ട് ഡൗൺ ആയിരുന്നു. അപ്പം ഞങ്ങൾ വഴി അവർക്ക് അത്രയും കിട്ടുന്നു. ഇപ്പോൾ
അവിടെ ഒരു ഇഷ്യൂസും ഒരു അപരിചിതൻ്റെ അവിടെ വന്നാൽ ആൾ ചോദിക്കും എന്തിനാണ് അതിലേ പോകുന്നത്. കാരണം അവരുടെ ഇഷ്യൂ, കാരണം നമുക്കറിയാം പലയിടത്തും പല പ്രശ്നങ്ങളും, ലഹരിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദ്രവം, ഉൾപ്രദേശം റോഡെ ഒരാൾ വന്നാൽ ആളുകളും ചോദിക്കുന്നതിനാ എവിടെ പോവാ കാരണം അങ്ങനെ അപ്പോൾ അവർ നോക്കിക്കോളും, അവരൊരു നാട്ടുകാർ നോക്കിക്കോളും. ശരിക്കും ആ പരിസരത്ത് തന്നെ ഇപ്പോൾ താങ്കളുടെ പാലായിലെ സ്ഥാപനത്തിൽ തന്നെ അവിടെ എത്ര സ്റ്റുഡൻസ് ആണ് അവിടെ ഇൻമേറ്റ്സ് ആയിട്ട് പഠിക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾക്ക് റെസിഡൻഷ്യലായിട്ടൊരു 12,000 പേരെങ്കിലും അവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. 12,000 സ്റ്റുഡൻസ്. അപ്പോൾ അതിൽ നമുക്ക് ഓൺ ഹോസ്റ്റലിൽ എത്ര പേര് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കൊരു അതിനകത്തൊരു 12,000 3,000-4,000 പേരെ അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം അപ്പോൾ ഈ 8,000 സ്റ്റുഡൻസ് പോയി താമസിക്കുന്നവർക്കൊക്കെ ഒരു വരുമാനമാണ്. ഈ 4,000 എന്ന് പറഞ്ഞത് തന്നെ ഞങ്ങളുടെ ഓൺ ബിൽഡിംഗ് അല്ല. അവിടുത്തെ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു 60-70 പേർക്കെങ്കിലും താമസിക്കാവുന്നൊരു ബിൽഡിംഗ് നല്ലപോലെ ഒരാൾ ഉണ്ടാക്കിയാൽ ഞങ്ങൾ പറയും നിങ്ങളത് 12 months ഞങ്ങൾക്ക് തന്നേരെ. ഞങ്ങളവിടെ കുട്ടികളെ വിടുന്നു, ഞങ്ങളുടെ സ്റ്റാഫ് അവരുടെ ഒപ്പം പോയി താമസിക്കുന്നു. അപ്പം അതൊരു ബിസിനസ് മോഡലാണ്. കാരണം പിള്ളേരുടെ നല്ല കുട്ടികളാണ്, ഒരു പ്രശ്നമില്ല. അവർ ഡൈവേർട്ട് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി ആരുടെ ഒരു പ്രസൻസ്, നമുക്ക് ഈ പ്രായമല്ല 17-18 വയസ്സാകുമ്പോൾ ഒരു പഠിക്കുകയെന്ന് പറയുമ്പോൾ വേണ്ട, പക്ഷേ അവർ പരസ്പരം ഒന്നിച്ചു ചേർന്നൊരു ഉഴപ്പാതിരിക്കാനോ സംസാരിക്കാതിരിക്കാനോ വേണ്ടി ഞങ്ങൾ പറയും ഞങ്ങളുടെ മെൻറ്റേഴ്സ് അവർക്കൊപ്പം താമസിക്കുന്നു. അപ്പോൾ അത് ഞങ്ങളുടെ ഹോസ്റ്റൽ എന്നാണ് പറയുന്നത്. പക്ഷേ ആക്ച്വലി ഞങ്ങളുടെ അല്ല. ഞങ്ങൾക്കൊരു 4-5 അല്ലെങ്കിൽ ഒരു 2,000 പേർക്കുള്ള ഞങ്ങളുടെ ഓൺ ബിൽഡിംഗ് ഉണ്ട്. ഒരു 2,000 പേർക്ക് വേറെ മറ്റ് പലരുടെയും ബിൽഡിംഗ് എടുത്തിട്ട് ഞങ്ങൾ നടത്തുന്നതാണ്. അല്ലാതെ അവർ തന്നെ നടത്തുന്നതാണ് ബാക്കിയെല്ലാം. ഒരു 12,000-ഓളം പേർക്കുള്ള സൗകര്യം. ഞങ്ങൾ 3 പേര് തുടങ്ങി, സന്തോഷ് സാർ അവിടെ അങ്ങനെ 4 പേര് പാർട്ട്നേഴ്സ് സ്വയം ക്ലാസ് എടുക്കുന്നു, അടിച്ചു വാരുന്നു എന്ന രീതിയിൽ തുടങ്ങി. 60,000 അടിച്ചു വാരുകയല്ല, ഈവൻ ടോയ്ലറ്റ് കഴുകുക, അതുവരെ തീർച്ചയായും അന്ന് ഒന്നുമില്ല. ടോയ്ലറ്റ് കഴുകുകയോ ക്ലാസ് കഴിയുമ്പോഴേ ഞങ്ങൾ ഷർട്ട് ഊരിയിട്ട് ഞങ്ങൾ ഡെസ്ക് പിടിച്ചിരുന്നു. കാരണം ഓരോ ദിവസവും ആ ക്ലാസ് എത്ര പേര് ഇരിക്കണം നോക്കിയിട്ട് അവിടുന്ന് ഡെസ്ക് ഇങ്ങോട്ട് മാറ്റുന്നു. ഇതെല്ലാം ചെയ്യുന്നു. ആദ്യത്തെ 4 തൊഴിലാളികൾ നിങ്ങൾ തന്നെയാണ്. ഇന്ന് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ? ഇപ്പോൾ ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ഒരു 1,100 പേർക്കായി. ഡയറക്റ്റ് മാസ ശമ്പളം മേടിക്കുന്ന ഒരു 1,100 പേരെങ്കിലും. ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം കോൺട്രാക്ട് ബേസാണ്. അവർ ഒന്ന് ജോലി ചെയ്താൽ അവർക്ക് ഒന്നെങ്കിൽ ഡെയിലി ബേസ്ഡ് അല്ലെ അവർ ബേസ്ഡ്, അതും ഒരു 1,000 പേരുണ്ട്. 2,000-അധികം പേർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗ്ഗമായി തീർന്നു. അത് വലിയൊരു ഞങ്ങൾക്കൊരു ചാരിതാർത്ഥ്യമാണ്. അത്രയും പേർക്ക് നമുക്ക് തൊഴിൽ പോയി. പക്ഷേ എനിക്കത് കോട്ടയം ജില്ലയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഞങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ തൊഴിൽദാതാവ്. അത് എല്ലാവർക്കും മാന്യമായിട്ട് ജീവിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഞങ്ങൾ കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് അല്ലാതെ അവരിൽ നിന്ന് മുതലെടുക്കാനല്ല. കാരണം അവർക്ക് ഈ 1,100 പേരുണ്ടെങ്കിൽ അവർക്ക് 1,100 പേർക്കും എൻ്റെ സ്ഥാപനം എന്നൊരു ഫീലിംഗ് അവിടെ കിട്ടുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു മാനേജറെന്നോ അല്ലെങ്കിൽ ഡയറക്ടറെന്നോ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഞങ്ങൾ കീപ്പ് ചെയ്യാറേ ഇല്ല. ഏറ്റവും ഞങ്ങളെപ്പോഴും പറയും ഒരു കുട്ടിക്ക് 1ാം റാങ്ക് കിട്ടുന്നതിന് സഹായമായിട്ടത് അത് പഠിപ്പിച്ച സാറ്, മെൻറ്റർ, ഈവൻ ഡ്രൈവർ, പ്യൂണ്, സീപ്പർ എല്ലാവരും ചേർന്ന്. സീപ്പർ മോശമാക്കിയാൽ തീർച്ചയായും ബാധിക്കും. ഡ്രൈവർ മോശമായി പെർഫോം ചെയ്താൽ അത് ബാധിക്കും, റിസൾട്ടിനെ ബാധിക്കും. എല്ലാവരും ചേർന്നാലേ, അപ്പം നമുക്ക് അവയവങ്ങളുണ്ടെങ്കിൽ എല്ലാം കൂടെ വർക്ക് ചെയ്താലേ ശരീരം നന്നായിട്ട് കൂടുകയുള്ളൂ. അത് തന്നെ, അല്ലാതെ ആരും പഠിപ്പിക്കുന്ന ആൾ മാത്രമല്ല, ഡയറക്ടർ മാത്രമല്ല. ഇപ്പോൾ ആക്ച്വലി ഇത്രയും പേര് 60,000 പേരും 1,000-ഓളം സ്റ്റാഫും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളല്ല വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ പുറകെ നിന്നാൽ മതി. ഇപ്പോൾ എൻ്റെ സ്ഥാപനം എന്ന വികാരമുള്ള ഒരു 100ഓളം നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ. ഞങ്ങൾ 4 പേരും 60+. അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രായമുള്ള എനിക്കാണ്, 66 ബാക്കി എല്ലാവരും 60+. ഇപ്പോൾ ഒരു 25-30 വർഷം ഞങ്ങളോടൊപ്പം വന്ന് എൻ്റെ സ്ഥാപനം എന്ന വികാരത്തോടെ ജോലി ചെയ്ത, അല്ലെങ്കിൽ അവർ എൻ്റെ അതുപോലെ വർക്ക് ആത്മാർത്ഥമായിട്ട്. ഇപ്പം ചിലർ രാവിലെ 7 മണിക്ക് വന്നാൽ 11 മണി 12 മണി വരെ അവർക്ക് വീടൊരു പ്രശ്നമല്ല, ഇത് വീട് അവരുടെ. അവർ ഇത് കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ജോലി ചെയ്യുന്നതാണ് ഇപ്പോൾ. അപ്പം ഞങ്ങളില്ലെങ്കിലും സ്ഥാപനം ഒരു പ്രശ്നം കൂടാതെ ഓടിക്കും, നന്നായി പോകുന്നതാണ്. സാർ, അവിടെ ഞാനൊരു പ്രത്യേകത കണ്ടത്, താങ്കൾ ഉൾപ്പെടെയുള്ള ഈ 4 പാർട്ട്നേഴ്സും ഈവൻ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ പോലും സാറെന്നാണ് വിളിക്കുന്നത്. തീർച്ചയായും നമുക്കത് ആ ഏതൊരു തസ്തികയിൽ നിൽക്കുന്ന ആൾക്കും നമ്മൾ അതിൻ്റേതായ റെസ്പെക്റ്റ്. അതായത് ഞാനിപ്പം ഉടമസ്ഥനാണെന്ന് കരുതി എനിക്ക് 66 വയസ്സെന്ന് കരുതിയോ ഈ പുതുതായിട്ട് വരുന്ന 20 വയസ്സായ ഒരാളെ തോമസ് എന്നോ ജോസഫ് എന്നോ വിളിക്കാൻ പാടില്ല. എന്തുകൊണ്ട് നമുക്ക് സാറേ എന്ന് വിളിച്ചുകൂടാ? അയാൾ അപ്പം സീപ്രയാണെങ്കിൽ ചേച്ചി എന്നേ വിളിക്കുക. അല്ലാതെ ഒരു 20 വയസ്സുള്ള വെച്ചാണെങ്കിൽ പോലും മോളെ അല്ലെങ്കിൽ ബിന്ദു എന്ന് വിളിക്കില്ല, ബിന്ദു ചേച്ചി എന്നേ പറയുള്ളൂ. കാരണം എല്ലാവരും അങ്ങനെയാണ്.
ആരും ഞങ്ങൾ കൾച്ചറുണ്ട് അവിടെ. ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ പരസ്പരം ഒന്നിച്ച് ചേരുമ്പോൾ തോമസെന്നോ ചാക്കോ എന്നൊക്കെ വിളിച്ചു, പക്ഷേ കുട്ടികളുടെ പിന്നെ വരുമ്പോൾ സാറ് ആ ഡ്യൂ റെസ്പെക്റ്റ് എല്ലാവരും. അതോടൊപ്പം തന്നെ ഞാൻ താങ്കളുടെ സ്ഥാപനത്തിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചു, സാധാരണ ഒരു സ്ഥാപനം വളർന്ന് 2100 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഇത്രയും വലിയ സ്ഥാപനമായി കഴിയുമ്പോൾ ഈ മുകളിലേക്കുള്ള ആക്സസ് വളരെ കുറഞ്ഞു വരും. പക്ഷേ അവിടെ ഞാൻ കണ്ട കാഴ്ച ആ ഡോറ് തുറന്നു കിടക്കുകയാണ്. ഞങ്ങളുടെ പോളിസി സ്റ്റുഡൻസ് ഫ്രണ്ട്ലി, പേരൻറ്റ്സ് ഫ്രണ്ട്ലി. ഞങ്ങൾ പ്രത്യേകിച്ചും പറയാറുണ്ട്, ഒരാളോട് നിങ്ങൾ ഒരു പേരൻ്റോ ഒരു കുട്ടിയോ സാറിനെ ഡയറക്ടർ എന്ന് പറയുക സ്റ്റീഫൻ സാറിനെ കാണണമെന്ന് പറഞ്ഞാൽ അവിടെ തടയേ ചെയ്ത് പോരുക, കയറിപ്പോരുക. ഈ പിള്ളേരോട് ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ അനുവാദം പോലും മേടിക്കണ്ട, നിങ്ങൾ കയറിപ്പോരെ. കാരണം ഞങ്ങൾ 40 വർഷം മുമ്പത്തെ ആളുകൾ, ഞങ്ങൾക്ക് യാതൊരു മാറ്റമില്ല. അന്നത്തെ സ്റ്റീഫനാണ് ഞാനും. 40 വർഷമായി പ്രായമായെന്നല്ലാതെ ഞങ്ങളുടെ സ്വഭാവത്തിലൊന്നും മാറ്റം. ഇത്രയും വലിയ പ്രസ്ഥാനമായെന്ന് കരുതിയോ 60,000 പേരുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉടമനാണെന്നോ അങ്ങനത്തെ ഒരു തോന്നലേ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് 4 പേർക്കും ഇല്ല. അതാണ് ഞങ്ങളുടെ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും മാത്രം വലുതാകാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. പിന്നെ ഞങ്ങളുടെ 4 പേരുടെ ഒരു ആശയങ്ങൾ, അതും ഒറ്റയടിക്കല്ല, 40 വർഷം കൊണ്ട് ഓരോരുത്തർ. എനിക്കൊരു സ്ഥാപനത്തിന് നടത്തിപ്പിന് വേണ്ടി നല്ലൊരു ആശയം തോന്നുകയാണെങ്കിൽ ഞങ്ങൾ ആഴ്ച 2 ദിവസം ഒന്ന് ചേരും. ഞങ്ങൾ ഈ 8 സെൻറ്ററുകൾ ഞങ്ങൾ പലപ്പോഴും ഓരോരുത്തർ എല്ലാവരും ഇരിക്കുന്ന ഒരുമിച്ചാണോ? രണ്ട് ബിൽഡിങ്ങിലാണ്. 2 പേര്, ഞാനും സന്തോഷ് സാറും ഒരു ബിൽഡിങ്ങിലും, ജോർജ് സാറും സുഭാസും മറ്റു ബിൽഡിങ്ങിലുമാണ്. ഞാനൊരു കുത്തിത്തിരിപ്പ് ചോദ്യമായിട്ട് തോന്നണ്ട, ഏത് പാർട്ട്ണർഷിപ്പിൻ്റെയും ഏറ്റവും വലിയ ചാലഞ്ച് എന്ന നാട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഈ 4 പേര് ഒരു കുടുംബത്തിൽ നിന്ന് വന്നവരല്ല, സഹോദരങ്ങളല്ല. പക്ഷെ സഹോദരങ്ങളെ പോലെ 40 കൊല്ലം ഒരുമിച്ച് നിന്നാണ് ബ്രില്യൻറ്റിനെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ? അതെങ്ങനെയാണത് തരണം ചെയ്യുന്നത്? ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, തർക്കിക്കാറുണ്ട്, വഴക്കുണ്ടാക്കാറുണ്ട്. പക്ഷേ റൂമിന് പുറത്തിറങ്ങുമ്പോൾ അതില്ല, അവസാനിച്ചു. അതാണ് വിജയം. അതാണ്. ഞങ്ങൾ 4 പേരും എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞങ്ങൾ കൂടുന്നു. ഞങ്ങൾ എന്തെങ്കിലും അസൗകര്യം മാറ്റി വെക്കുള്ളൂ. കൂടുന്നു, ആശയം പറയുന്നു, തർക്കിക്കുന്നു. അത് അവിടെ വെച്ച് പറഞ്ഞു തീർന്നു. അല്ലാതെ ഇതുവരെ ഞങ്ങൾ പരസ്പരം മിണ്ടാതെ ഒരു ദിവസം അങ്ങനെ വഴി കണ്ടാൽ ചിരിക്കാതിരിക്കാനുള്ള അവസരമേ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ പാർട്ട്ണർഷിപ്പ് ഇത്രയും നിലനിർത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഞങ്ങൾക്ക് തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലൊരു കേസ് സ്റ്റഡി തന്നെയായിരിക്കും. ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങൾ തുടങ്ങുമ്പോൾ 84 ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു രജിസ്ട്രേഷൻ, ഒരു എഗ്രിമെൻറ്റ് പോലുമില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ കുറച്ച് വലുതായി 90 ഒക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ഇൻകം കൂടിയപ്പം പറഞ്ഞു ചാർട്ടർ അക്കൗണ്ട് ഇതൊരു ഒരു രേഖ വേണം. അപ്പോൾ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു. അല്ലാതെ പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ 4 പേരുടെ സ്വഭാവത്തിൽ ഞങ്ങൾ 4 പേരും മദ്യപിക്കാറില്ല, പുക വലിക്കാറില്ല. അപ്പം അങ്ങനെ ഇതൊക്കെ നമുക്ക് മാതൃകയാണ്. അതെ, ഞാൻ എല്ലാ പിള്ളേരും പലപ്പോഴും പറയാറുണ്ട്, ഞാൻ 66 വയസ്സായി മദ്യം തൊട്ടിട്ടേ ഇല്ല, പുക വലിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ 4 പേരുടെ അവസ്ഥ തന്നെയാണ്. ഒരേപോലെ ചിന്തിക്കുന്നു. അവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറയുന്ന 4 പേരും ഒരേപോലെ വർക്ക് ചെയ്യുന്നവരാണ്. തുടക്കകാലത്തൊക്കെ എത്ര മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും? തുടക്കകാലത്തല്ല, ഇപ്പോഴും അത് തന്നെയാണ്. ഞങ്ങൾ 7 ഡേയ്സും 12 അവേഴ്സ് വർക്ക് ചെയ്യുമെന്ന് പറയാം. എൻ്റെ ഈ പ്രായത്തിലും ഇപ്പോഴും എൻ്റെ ഭാര്യ പറയും, ഒരു ഹർത്താലോ ബന്ധം വന്നാൽ നല്ലതായിരുന്നു. മീൻസ് ഭർത്താവിന് ഒന്ന് കൂടെ കിട്ടും, ഒന്ന് വീട്ടിൽ ഇരിക്കുമല്ലോ. ഇപ്പോൾ ഇരിക്കാനും മേലെന്നായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ അങ്ങനെ ഇരിക്കാൻ തോന്നുന്നില്ല. കാരണം നമുക്ക് നേരം വെളുത്താൽ 40 കൊല്ലമായിട്ട് തന്നെ നേരം വെളുത്താൽ നമ്മൾ ഫ്രഷായി അല്ലെങ്കിൽ ഒരു 8 മണി 8:30 ആകുമ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് പോരുന്നു. വന്നാൽ പിന്നെ 8:30 9 കഴിഞ്ഞിട്ട് തിരിച്ചു പോകാം. സഭാസാർ 11 12 മണിയൊക്കെ ആയിട്ടേ തിരിച്ചു പോകാറുള്ളൂ. അവിടെ ഇപ്പോഴും ഞങ്ങൾ 4 പേര് അവിടെ തന്നെയാണ്. 4 പേര് ഈ സെൻറ്ററുകളിലൂടെ പോവും. ഞങ്ങൾ 7 ഡേയ്സും വർക്ക് ചെയ്യുമല്ല, ഞങ്ങളെ അത് ഇൻവോൾവ് ആകുകയാണ്. ഞങ്ങളുടെ ആക്ച്വലി ഞങ്ങളുടെ വീട് ഇപ്പം ബ്രില്യൻ്റാണ്. സാർ, ഈ പാലക്കാർ പൊതുവേ ഇങ്ങനെ നല്ല കഠിനാധ്വാനികളായതുകൊണ്ടാണോ നിങ്ങളിങ്ങനെ ആയിപ്പോയത്? എന്തറിയത്തില്ല. നമുക്ക് അന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നിലനിൽക്കാൻ, ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി കൊണ്ട് തുടങ്ങി. പിന്നെ അതൊരു പാഷനായിട്ട് മാറി. ഇപ്പം വർക്ക് ചെയ്യുന്നല്ല. എന്തിനും ഇപ്പം ആരെങ്കിലും ചോദിക്കുക 66 വയസ്സായ വീട്ടിൽ ഇരിക്കാൻ മേലെ ഇല്ല, വീട്ടിൽ ഇരിക്കാൻ എന്നല്ല. ഇതിനകത്ത് ഇതൊരു രസമാണ്. ഇതിനകത്തിരുന്ന് ഇതൊരു കുടുംബമാണ്. മാത്രമല്ല നമുക്ക് നോക്കുമ്പോൾ അറിയാം, കേരളത്തിലെ ഏറ്റവും മിടുക്കരായ പിള്ളേരെ ഞാൻ കിട്ടുന്നത്. അവരുടെ ഇപ്പം ഞങ്ങൾ ആരും പഠിപ്പിക്കുന്നില്ല. ഇപ്പം ഈ കുട്ടികൾക്കും പേരൻസിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഓരോ കോവിഡിന് ശേഷമുള്ള കാലമൊക്കെ എത്തുമ്പോഴത്തേക്കും അവർക്ക് ഒട്ടും സ്ട്രെസ് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെയൊക്കെ പണി ഇപ്പം ഒരു ദിവസം രാവിലെ വന്നിരുന്നാൽ അല്ലെങ്കിൽ ത്രൂ ഔട്ട് പിള്ളേരിങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴും ചില ദിവസമൊക്കെ ഞാൻ ഉച്ചയൊക്കെ ആകുമ്പോൾ 2 മണി 2:30 ആകുമ്പോൾ വിളിച്ച് പറയും, ഒരു 2 ചപ്പാത്തി കൊണ്ടു പുറകെ വെച്ചാലേ, എന്നിട്ട് ഇടയ്ക്ക് കഴിക്കാൻ അത് പിള്ളേർ ജസ്റ്റ് 5 മിനിറ്റ്.
പിള്ളേരാണ് വരുന്നത്. ഓരോ പിള്ളേർ ഒറ്റയ്ക്ക് വരികയാണ്. എനിക്ക് അങ്ങനെ സ്ട്രെസ് താങ്ങാൻ പറ്റുന്നില്ല, മാർക്ക് കിട്ടുന്നില്ല, പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ. സാർ അതെപ്പോഴും ഇന്ന് കേൾക്കുകയാണ്. എന്നും കേൾക്കുക. അത് ഏതൊരു കുട്ടിക്കും വന്ന് എൻ്റെ അടുത്ത് വരാം. എൻ്റെ അടുത്ത് ഞങ്ങൾ 4 പേർക്ക് ഞങ്ങൾ 4 പേരുടെ സ്വഭാവം തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. എപ്പോഴും ഇന്നൊക്കെയാണ് ഞാനിങ്ങനെ അവിടുന്ന് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ ഒരു 4-5 പേര് പുറത്ത്, ഞാനിന്നൊരു അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട് നാളെ, അല്ല ഞാൻ ഇന്ന് രാത്രി ഒന്ന് കാണാം. അപ്പം അവർ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആശ്വാസം അവരൊക്കെ ഉണ്ട്. അപ്പം ഒത്തിരി നമുക്ക് ഈ കാലം എടുക്കുമ്പോൾ ഒരുപാട് പേരെ ശരിക്കും ഒത്തിരി ടേണിംഗ് പോയിൻ്റ് തന്നെ പലപ്പോഴും ഉണ്ട്. ഒരു ജീവിതം തന്നെ മാറ്റി ഇറങ്ങി ഓടിയ ആളെ പിടിച്ച് കൊണ്ട് നിർത്തിയിട്ട് ഇപ്പം ഒരു 15-20 വർഷം മുമ്പ് ഒരു കുട്ടി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി അതിനെ പിടിച്ചു കൊണ്ട് നിർത്തി. ഇപ്പോൾ അമേരിക്കയിൽ അത് ടീച്ചേഴ്സ് ഡേക്ക് എനിക്ക് ആദ്യം വരുന്ന മെസ്സേജ് പാർവതി എന്ന് പറഞ്ഞ കുട്ടിയുടെയാണ്. ആ കൊച്ചിനെ ഇന്ന് അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ എനിക്ക് അന്ന് എൻ്റെ കൈ കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ സാർ ഇതിൻ്റെ സംരംഭക ഭാഗം മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. ഒരു അക്കാഡമിക്സ് എടുത്താൽ ബ്രില്യൻറ്റ് ഇസ് ബ്രില്യൻറ്റ്. അതിന് പകരം വെക്കാൻ ഒരു അപരനാമം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 40 വർഷമായി ഇതുപോലെ പെർഫോമൻസും കുട്ടികൾക്ക് റിസൾട്ടും കൊടുക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെന്തൊക്കെയോ കാരണങ്ങളുണ്ട്. എന്തായിരിക്കാം? ഒന്ന്, ഞങ്ങൾ അന്ന് 4 പേര് ഇപ്പോൾ അതത് 7 ഡേയ്സും വർക്ക് ചെയ്യുന്ന 4 പേരല്ല, ഇപ്പം 100 പേരാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു, അവരവരുടെ കുടുംബം പോലെ, ഇതൊരു തൊഴിലായിട്ടല്ല ആരും കൂട്ടിയിട്ടില്ല, തൊഴിലായിട്ട് കൂട്ടില്ല. അപ്പം എല്ലാ രംഗത്തും ഓരോ ടീച്ചിങ് സംഘടനകളും എല്ലാത്തിനും കൈകാര്യം ചെയ്യാൻ വേണ്ടി അത്രയും മിടുക്കരായ, ഈവൻ സർക്കാർ ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെച്ചവരും പോയി ജോയിൻ ചെയ്തിട്ട് ഇട്ടിട്ട് തിരിച്ചു പോകുന്നവരും. കാരണം ഇവിടുത്തെ ജോലി സുഖമില്ല, മണിയല്ല അവർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. അപ്പം പിന്നെ ജോലി കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ 1 വർഷം ജോലി ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ആ ഒരു ടീമാണ് ഞാൻ. ഇപ്പം ഞങ്ങൾ എക്സാമ്പിൾ ആയിരിക്കാം ജനറൽ മാനേജർ ഞങ്ങൾ ശിവൻ സാർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പറയുന്നത് ഞങ്ങൾ ബ്രില്യൻ ടീം എന്നാണ് പറയുന്നത്. ബ്രില്യൻ ടീമാണ് എല്ലാവരും. അപ്പം എന്നോടൊപ്പം ഞങ്ങളുടെ ജനറൽ മാനേജർ ശിവൻ സാറുണ്ട്. ശിവൻ സാറിനോട് തന്നെ ചോദിക്കാം പിന്നെ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും. ആദ്യത്തെ ചോദ്യം, താങ്കൾ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് എത്ര നാളായി? 25 വർഷമായി. 2000 ഫെബ്രുവരി 25 വർഷം. ഇന്ന് വരെ ബ്രില്യൻ്റ് വിട്ട് പോകാൻ തോന്നിയിട്ടില്ല? അയ്യോ, ഒരിക്കലും ഇല്ല. അതെന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും എനിക്ക് ഞാനായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതും മറ്റൊരു ഫീലിംഗ് ഇല്ല. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറ്റൊരടവാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്കെന്നല്ല, ഞങ്ങൾക്ക് ഒരാൾക്കും തോന്നിയിട്ടില്ല. 1900 പേർക്ക് ആ ചിന്ത തന്നെയാണ്. തീർച്ചയായിട്ടും. അവിടെയാണ് ഈ റിസൾട്ടിൻ്റെ കാര്യം പറയുമ്പോൾ, ബ്രില്യൻ്റ് എന്ന് പറയുന്നത് 40 വർഷമായി ഈ റിസൾട്ട് കൊണ്ടുവരുന്നത്. ഇതെങ്ങനെയാണ് കുട്ടികൾക്ക് ഇങ്ങനെ റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും കുട്ടികളുടെ കഠിനാധ്വാനവും ഏറ്റവും മിടുക്കരായ കുട്ടികൾ വരുന്നത് തന്നെയാണ്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികൾ നമുക്ക് 2 ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ വേണമെങ്കിൽ, ഒന്ന് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ നോക്കുന്നത് ആദ്യത്തെ ഭാഗം റിസൾട്ടിൻ്റെ ഭാഗം നോക്കുന്നു, രണ്ടാമത് സെക്യൂറായിട്ട് അവരുടെ കുട്ടികൾ നിൽക്കണം. അത് രണ്ടും നോക്കുമ്പോൾ പേരൻസിൻ്റെ ഭാഗത്ത് നോക്കുമ്പം ഒന്നാമത് ബ്രില്യൻ്റ് അല്ലെങ്കിൽ മറ്റൊരു പേര് അവർക്ക് ആദ്യം വരുന്നില്ല. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടായിരിക്കണം. ഫാക്കൽറ്റിയുടെ കാര്യത്തിലായിരിക്കാം, ഫെസിലിറ്റിയുടെ കാര്യത്തിലായിരിക്കാം, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലായിരിക്കാം. അപ്പം കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതും ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇന്ന് ബ്രില്യൻറ്റിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ അവരുടെ 2 പേരുടെയും കൺസേൺ അനുസരിച്ച് ഏറ്റവും നല്ല കുട്ടികൾ ഫസ്റ്റിൽ ഓപ്റ്റ് ചെയ്യുകയും അവർ വരികയും ചെയ്യുന്നുണ്ട്. ഈ ഏറ്റവും മിടുക്കരായിട്ട് വിദ്യാർത്ഥികൾ വന്നാൽ അവരിൽ റിസൾട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു ഫിൽറ്ററിങ് അവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഫിൽറ്ററിങ് നടക്കുന്നത്? തീർച്ചയായിട്ടും +2 ശേഷം ഏതെങ്കിലും ഒരു എൻട്രൻസ് പ്രവേശന പരീക്ഷയിലൂടെയാണ് പ്രൊഫഷണൽ കോഴ്സുകൾ ചേരേണ്ടത്. IIT-കളാവാം, NIT-കളാവാം, എയിംസ് ആവാം, മെഡിക്കൽ കോളേജ്, ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ്. ഈ കോഴ്സിൽ ചേരണമെങ്കിൽ ഒരു പ്രവേശന പരീക്ഷ കഴിയണം നമ്മൾ പറഞ്ഞു. അപ്പം ഇതിനുള്ള ഒരു കഴിവ്, ഒരു അർഹത, ഒബ്ജക്റ്റീവിൻ്റെ ഒരു ലോജിക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു കഴിവ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആ കുട്ടി പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ബ്രില്യൻറ്റിൽ കടന്നു വരാം. അതായത് വെറുതെ പണം കൊണ്ടുവന്നാൽ നിങ്ങൾ എടുക്കുന്നില്ല? ഒരിക്കലും എടുക്കില്ല. അദ്ദേഹത്തിന് മാർക്കുണ്ടാവണം. ബിസിനസ് ആയിരുന്നു ഉദ്ദേശിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഈ 70,000 എന്നുള്ളത് 1.5 ലക്ഷം ആക്കാമായിരുന്നു. ഈസി ആക്കാമായിരുന്നു. ഞങ്ങൾ വന്നാൽ ആരെയും അങ്ങനെ ഒരു പർട്ടിക്കുലർ മെറിറ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ അവരോട് തന്നെ അഡ്വൈസ് ചെയ്യും. അല്ല തരികയാണെന്നല്ല പറയുന്നത്, നിനക്കിതിനേക്കാളും വേറെ വഴി, ഇത് നിനക്ക് പറ്റിയതല്ല. ആദ്യം സ്റ്റാഫ് പറയുന്നു,
കൺവിൻസ്ഡ് ആയില്ലേ ഡയറക്ടറെ പോയി കാണാൻ പറയുന്നു. അപ്പോൾ ഞങ്ങൾ അവരെ അഡ്വൈസ് ചെയ്യും, നിങ്ങൾ അബദ്ധം കാണിക്കരുത്, വെറുതെ ഇങ്ങനെ വന്നിട്ട് പൈസ കളയരുത്. നിങ്ങളുടെ പലരും അതൊരു പാരൻസിനോട് വിളിച്ച് പറയും. പാരൻസ് പലരും പറയും കുഴപ്പമില്ലെന്ന് പറയല്ല, അതല്ല ചേട്ടൻ യാഥാർത്ഥ്യ രാജ്യത്താണ്, അത് ഞങ്ങൾ സ്ക്രീൻ ചെയ്ത് തന്നെ എടുക്കാറുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അക്കാഡമിക് അദ്ദേഹം ക്ലിയർ ചെയ്താലാണ് നമ്മൾ കൊടുക്കുന്നത്, അപ്പോൾ ആ അഡ്മിഷൻ കൊടുക്കുകയുള്ളൂ. ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു റെക്കോർഡുണ്ട്, നിങ്ങളുടെ ഒരു റെക്കോർഡ് എന്താണ്? തീർച്ചയായിട്ടും ഈ ഓരോ വർഷത്തെ വിജയം നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഈ പറഞ്ഞ JEE അഡ്വാൻസ്ഡ് ആവാം, JEE മെയിൻ ആവാം, നീറ്റ് എൻട്രൻസ് എക്സാം ആകാം, ഏതൊരു പ്രവേശന പരീക്ഷയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മലയാളികൾ ഏതെങ്കിലും ഒരു കോളേജിൽ പ്രവേശനം നേടുന്നുണ്ടെങ്കിൽ ഇന്ന് 2024 കഴിഞ്ഞു 25 എത്തുമ്പോൾ ഏതാണ്ട് 90 മുതൽ 92% വരെ മെറിറ്റുള്ള കുട്ടികൾ പ്രവേശനം നേടുന്നത് ബ്രില്യൻറ്റിലൂടെയാണ്. അത് കൺസിസ്റ്റൻ്റായിട്ട് വെക്കാൻ പാകുന്നതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മിടുക്കരായ കുട്ടികൾ, ഫാക്കൽറ്റീസ്, ലൈബ്രറികൾ, ഇൻഫ്രാസ്ട്രക്ചർ, ഈ പറഞ്ഞ പോലെ സ്റ്റാഫുകളുടെ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട് തീർച്ചയായിട്ടും ക്ലാസ് മെൻറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രില്യൻറ്റിൻ്റെ മാത്രമായിട്ടുള്ളൊരു ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീൽഡുണ്ട്. അതായത് ഒരു ബാച്ചുള്ളൊരു കുട്ടികളെ ഇപ്പോൾ 50 പേരല്ല 60 പേരുള്ളൊരു ബാച്ച് ഉണ്ടെങ്കിൽ അവരെ ഇൻഡിവിജ്വലായിട്ട് കെയർ ചെയ്യാനായിട്ട് ക്ലാസ് മെൻറ്റർ ഫെസിലിറ്റി ഉണ്ട്. ഇത് ഇൻഡിവിജ്വലായിട്ട് ആ കുട്ടികളെ അറിയും, അവർക്ക് പഠിപ്പിക്കണ്ട, അവർക്ക് ആ ക്ലാസ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാണ് നോക്കേണ്ടത്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും അവരെ അറിയാം, അറ്റൻഷൻ കിട്ടും. അവരുടെ വീക്ക് പോയിൻ്റ് എവിടെയാണ്, അവരുടെ സ്ട്രെസ് ഉണ്ടോ, അവരുടെ എക്സാം ഉണ്ടോ, അത് പേരൻസുമായിട്ട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എക്സാം എഴുതുക. അപ്പോൾ ശരിക്കും മോൾഡ് ചെയ്യപ്പെടുന്നത് ഈ മെൻറ്റേഴ്സാണ് കുട്ടികളെ മോൾഡ് ചെയ്ത് എക്സാം ഹാളിലോട്ട് എത്തിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വിജയം. അതും അതാ പറഞ്ഞ പല വിജയങ്ങളിൽ പ്രധാനപ്പെട്ട. ഇപ്പോൾ നമ്മളെനിക്ക് തോന്നുന്നു കേരളമല്ല, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ളത് ബ്രില്യൻ്റ് തന്നെ. തീർച്ചയായിട്ടും അത് പല ഘടകങ്ങളിലും. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ നീറ്റിൻ്റെ കേസിൽ ഒത്തിരി പഠനങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയുണ്ടായി. കാരണം ഈ കോട്ടയം ജില്ല ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ നീറ്റ് എൻട്രൻസ് എക്സാമിൽ ആദ്യത്തെ 1000 റാങ്കൊക്കെ എടുക്കുകയാണെങ്കിൽ 1ാം സ്ഥാനത്ത്, എഴുതിയ കുട്ടികളുടെയും കൂടെ നോക്കുകയാണെങ്കിൽ 1ാം സ്ഥാനത്ത്, ഓൾ ഇന്ത്യ ലെവലിൽ അല്ലെങ്കിൽ 1000-നകത്തുള്ള കുട്ടികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 3ാം സ്ഥാനത്ത് കോട്ടയം ജില്ലയുണ്ട്. കോട്ടയം ജില്ല എന്ന് പറഞ്ഞപ്പോൾ ബ്രില്യൻ്റാണ് കോട്ടയത്തുള്ളത്. അപ്പം ബ്രില്യൻറ്റിലെ കുട്ടികൾ അവിടെ പരീക്ഷ എഴുതുകയും ഓൾ ഇന്ത്യ ലെവലിൽ അത്ര ഇത് റിസൾട്ട് ഉണ്ടായി. ഇപ്പം ഓൾ ഇന്ത്യ ലെവലിൽ ഇപ്പോൾ 2024 തന്നെ നമ്മൾ പ്രവേശനം നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ MBBS സ്വപ്നം കാണുന്ന മെഡിക്കൽ ആസ്പിറൻസ് മെഡിക്കൽ കോളേജുകളിലാണ് ആദ്യം അവർ ഓപ്റ്റ് ചെയ്യുന്നത്, ഗവൺമെൻറ് മേഖലയിലുള്ള. അത് കേരളത്തിനപ്പുറത്ത് തമിഴ്നാട് 35 കോളേജുണ്ട്, കർണാടക 24, തെലുങ്കാന, ആന്ധ്ര. ഇവിടെ ഏത് കോളേജിൽ മലയാളികളുടെ ഒരു എണ്ണം എടുത്ത് നോക്കിയാൽ അവിടെയെല്ലാം മലയാളികൾക്ക് എത്തപ്പെടാൻ സാധിച്ചു. അത് ബ്രില്യൻസ് ആണ് താനും. അപ്പോൾ ഒരു ടോപ്പ് 10 കുട്ടികളെ എടുത്താൽ അതിൽ എത്ര പേര് ഇപ്പോൾ ബ്രില്യൻ്റ്? 10 ഔട്ട് ഓഫ് 10. 10 ഔട്ട് ഓഫ് 10 ആണ്. ഈ വർഷം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും 2025 ഇപ്പോൾ ഒരു റിസൾട്ടാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്, JEE മെയിൻ റിസൾട്ട്. അതിൽ റിസൾട്ടിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു 99% മുകളിൽ 320 മുകളിൽ കുട്ടികളെ നമുക്ക് ഈ ആദ്യത്തെ റിസൾട്ടിൽ തന്നെ എത്തിക്കാനായിട്ട്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, കുറേ വർഷമായിട്ട് 14 കൊല്ലമായി. 4 റിസൾട്ടിലേക്ക് വളർച്ച നോക്കുമ്പോൾ ഞങ്ങൾ 87-88 കാലത്ത് ഞങ്ങൾക്ക് 10-നകത്ത് ഒന്നെങ്കിലും കിട്ടണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച കാലം ഉണ്ടായിരുന്നു. അതെന്നാണ് ശിവൻ സാർ പറഞ്ഞത് 10-ൽ 10 ആയെന്നുള്ളത്. ഈ കുട്ടികൾ ഇന്ന് പാരൻ്റൽ ആങ്സൈറ്റി എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ് സാർ. തീർച്ചയായിട്ടും മക്കളെക്കുറിച്ചുള്ള ആകാംക്ഷ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും ഇന്നത്തെ പാരൻസിനെ ഹാൻഡിൽ ചെയ്യുക. തീർച്ചയായിട്ടും. അപ്പോൾ അത് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ഒരു മിഡിൽ ഫാമിലിയാണ് കൂടുതലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും വലിയ കൺസേൺ അവരെ ഡോക്ടറാക്കുക അല്ലെ എഞ്ചിനീയർ ആക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും സെക്യൂറായിട്ട് തന്നെ അവരെ പഠിപ്പിക്കുക. അപ്പം സ്കൂൾ കാലഘട്ടം A+ കിട്ടുക അല്ലെങ്കിൽ A1 കിട്ടുക, +2 നല്ല റിസൾട്ട് കിട്ടുക, അതിനുശേഷം ആ ഒരു ആഗ്രഹത്തിനനുസരിച്ചൊരു കോളേജിൽ ചേർക്കുക എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പേരൻസ് നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അവർ ആ കുട്ടികളെ എവിടെ ചേർക്കണമെന്നുള്ള കാര്യത്തിൽ അവർക്ക് ബ്രില്യൻറ്റ് സാറ്റിസ്ഫൈഡ് ആണ്. തിരിച്ച് ബ്രില്യൻറ്റിൻ്റെ ആ ഒരു പടി കടന്നെത്തിയാൽ ഞങ്ങളുടെ ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്കറിയാം ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞിട്ട് എവിടെ അഡ്മിഷൻ എടുക്കണം, എവിടെയാണ് നിങ്ങൾക്ക് ഈ റാങ്കിനനുസരിച്ച് കിട്ടാനുള്ള സാധ്യത, അത് ബ്രില്യൻറ്റുകാർ ഉത്തരവാദിത്തോടെ ചെയ്തോളും. എവിടെയാണ് ചേർക്കേണ്ടതെന്ന് അവരന്വേഷിച്ച് നടക്കേണ്ടതായ ഉത്തരവാദിത്തമില്ല. കേവലം ഒരു പരീക്ഷയ്ക്ക് ഒരുക്കുക എന്നുള്ളതിനപ്പുറത്ത് അയാളുടെ അർഹതയ്ക്കനുസരിച്ച് കോളേജുകളിൽ എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം എനിക്ക് തോന്നുന്നു ഞാൻ വന്ന കാലഘട്ടത്തിൽ അതിശയിച്ചൊരു കാലഘട്ടമുണ്ട്. കാരണം ഈ പഠിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് അവരുടെ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുന്നു. അന്നൊക്കെ ഓഫ്ലൈൻ രീതിയിലാണ്, തിരുവനന്തപുരത്ത് കൊണ്ടു കൊടുക്കണം, അത് ഡൽഹിക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ആ കാര്യത്തിലൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ഒരു സീറ്റ് പോലും വരരുതെന്ന് വിചാരിച്ചാൽ മിസ്റ്റേക്ക് ഒരു കുട്ടി ഭാവിയാണ്. അപ്പം ഒരാൾക്ക് പോലും അത് വരരുതെന്ന് വിചാരിച്ച് അവർ കൊടുത്ത്, അതാണ് ഞാൻ കണ്ടുപഠിച്ചത്.
അത് എല്ലാവരും അത് തന്നെയാണ് കണ്ടുപഠിക്കുന്നത്. അപ്പം അങ്ങനെ അത് പേരൻസിന് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അവരൊരിക്കലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. ഒരു പേരൻ്റ് പോലും ഒരു കുട്ടിയുടെ കാര്യത്തിലോ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല. ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവർ. അപ്പോൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ ഫ്രീക്വൻ്റ് ആണോ? മീറ്റിങ്ങുകളുണ്ടോ? അപ്ഡേറ്റുകൾ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ബ്രില്യൻറ്റിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ പല ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം എൻട്രൻസ് എന്ന് പറയുന്ന എക്സാം ഓറിയൻറ്റഡ് ആണ്. തീർച്ചയായിട്ടും എല്ലാ മൺഡേകളിലും എക്സാമുകളുണ്ട്, എല്ലാ ദിവസവും എക്സാമുകളുണ്ട്. ബ്രില്യൻറ്റിലൊരു പരീക്ഷ നടത്തിയാൽ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കും. അത് പണ്ട് ഓഫ്ലൈൻ രീതിയിൽ OMR ചെയ്യുന്നതാണെങ്കിലും ഇന്ന് OMR സ്കാനർ വെച്ചിട്ട് റീഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ബ്രില്യൻറ്റിന് റിസൾട്ട് ഉണ്ട്. അത് പേരൻസിൻ്റെ മൊബൈലിൽ വരും, വെബ്സൈറ്റിനകത്ത് വരും, അതിന് പ്രോഗ്രസ് കാർഡുണ്ട്. അപ്പം അതിനന്ന് തന്നെ ഡയറക്ടേഴ്സ് നേരിട്ട് അവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. പേരൻസിന് ഓൺലൈൻ മീറ്റിംഗ് ഓൺലൈനിലായിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന അങ്ങനെയാണ്, ഓൺലൈനിലാണ്. അപ്പം അവർ തന്നെ പറയുകയാണ് ഇന്നത്തെ എക്സാം ഈ രീതിയിലായിരുന്നു, ഇതിൽ ഇന്ന രീതിയിൽ വന്നിട്ടുണ്ട്, ഇനി ഈ രീതിയിൽ കുട്ടികൾ അടുത്ത ലെവലിലോട്ട് ചിന്തിക്കണം. അവർ ഡയറക്ടേഴ്സ് തന്നെ നേരിട്ട് പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ക്ലാസ് മെൻറ്റേഴ്സ് ആ കുട്ടികളുമായിട്ട് ആ റിസൾട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പം കൃത്യമായിട്ടും പഠിക്കുക, അതിൻ്റെ പരിശീലിക്കുക, അതിൻ്റെ റിസൾട്ട് അവരിൽ എത്തിക്കുക. അപ്പം അതിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്കിന്ന് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ പേരൻസിന് എപ്പോൾ വേണേലും വന്നിട്ട് ക്ലാസ് ടീച്ചറുമായിട്ട്, ക്ലാസ് മെൻറ്ററുമായിട്ട്, ഈ ഡയറക്ടേഴ്സുമായിട്ട്, ഞങ്ങളെപ്പോലുള്ള സ്റ്റാഫുകളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അതാ പറഞ്ഞത് സാറൊന്ന് വന്ന് കണ്ടതുപോലെ ആ ഗേറ്റുകൾ എപ്പോഴും ഓപ്പൺ ചെയ്ത് തന്നെ കിടക്കുക. ഇതിനിടെ നമുക്ക് എന്തൊക്കെ കോഴ്സുകളാണുള്ളത്? ഇപ്പം ആദ്യം നമുക്ക് 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പ്രീ ഫൗണ്ടേഷൻ അത് പൂർണ്ണമായിട്ട് സൗജന്യമാണ്, ഓൺലൈനാണ് താനും. കാരണം നമുക്കറിയാം ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും IIT-കളിലും NIT-കളിലും നാഷണൽ ലെവലിലുള്ളടത്ത് മലയാളികളുടെ എണ്ണം ഇപ്പോൾ അല്പം കുറവ് തന്നെയാണ്. ഒരു 2024 വരുമ്പോഴത്തേക്കും നമുക്കതൊരു 30% എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്കത് കൂട്ടേണ്ടിയിരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും അപ്പം യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് പഠിക്കണം. ആ ഇഷ്ടപ്പെടുന്നത് ഈ 5, 6, 7 ക്ലാസ്സുകളിലാണ്. ഫൗണ്ടേഷൻ അവിടെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ സബ്ജക്റ്റുകളെ ഇഷ്ടപ്പെടുക, അധ്യാപകരെ ഇഷ്ടപ്പെടുക, പഠിക്കാൻ ഇഷ്ടപ്പെടുക. ഫ്രീ ഓൺലൈൻ ഫ്രീ ഓൺലൈൻ. പിന്നെ 6, 7, 8, 9, 10 പഠിക്കുമ്പം ആ പഠിക്കുന്ന സബ്ജക്റ്റിനേക്കാളും തൊട്ടടുത്ത ലെവലിൽ ഫൗണ്ടേഷൻ പ്രോഗ്രാം, അതോടൊപ്പം തന്നെ ആ സ്കൂളിലെ ക്ലാസ്സിന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ട്യൂഷൻ പ്രോഗ്രാം. 10 കഴിഞ്ഞിട്ട് 11, 12 നമുക്ക് ഈ സാറ്റലൈറ്റ് സെൻറ്റേഴ്സിൽ വന്ന് പഠിക്കാനായിട്ട് ബ്രില്യൻറ്റിന് തന്നെ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് നമ്മുടെ സാറ്റലൈറ്റ് സെൻറ്റേഴ്സ് വന്നൊരു ഡെയിലി എൻട്രൻസ് പ്രോഗ്രാം, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നമ്മുടെ 8 സെൻറ്റേഴ്സിൽ വന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. +2-ന് ശേഷം 1 വർഷം. അപ്പോൾ അവർ +2-ൻ്റെ കൂട്ടത്തിൽ പരീക്ഷ എഴുതി. അപ്പോൾ അവർക്ക് തോന്നി എനിക്ക് കിട്ടിയതിനേക്കാളും ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം, എനിക്കത് പറ്റും. ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റലിൽ വന്ന് നിന്ന് റിസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഗവൺമെൻറ് സീറ്റ് കിട്ടും, എനിക്ക് IIT-യിൽ കിട്ടും, അല്ലെ NIT കിട്ടുമെന്ന് അവർക്ക് ഉറപ്പാകും. അപ്പോൾ അവരെന്ത് ചെയ്യും? ബ്രില്യൻറ്റ് ഈ 8 ക്യാമ്പസുകളിൽ എവിടെയെങ്കിലും വന്ന് അഡ്മിഷൻ എടുത്ത് 1 വർഷം മുഴുവൻ ഞങ്ങളുടെ ക്യാമ്പസിൽ നിന്നുകൊണ്ട് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും. റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയും. റിപ്പീറ്റേഴ്സിലാണ് കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത്. പക്ഷേ റിസൾട്ട് നോക്കുമ്പം എല്ലാം ഏതാണ്ട് ഈക്വലായിട്ട് തന്നെ പോകുന്നുണ്ട്. സാർ, അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്നവരെല്ലാം വളരെ ഒരു HNI എന്ന് പറയുന്നത് വളരെ പണക്കാരുടെ മക്കളാണോ അതോ സാധാരണക്കാരാണോ? സാർ, ഇപ്പോൾ നമുക്ക് ഒരു ബാച്ചിലൊരു 70 കുട്ടികളാണെങ്കിൽ അവിടെ മറ്റൊരു അതിശയമുണ്ട്. ഇപ്പോൾ സാർ മുമ്പ് പറഞ്ഞ പോലെ 40 വർഷമായി എന്തുകൊണ്ട് ഡയറക്ടേഴ്സ് മില്യനേഴ്സ് ആയില്ല, കോടിപതികളായില്ല എന്ന് പക്ഷേ നമുക്ക് തോന്നിയേക്കാം. ബ്രില്യൻറ്റിൻ്റെ ഏതൊരു ബാച്ചിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു 70 പേരുള്ള ബാച്ച് ഉണ്ടെങ്കിൽ ഒരു 25 പേര് സാധാരണക്കാരുടെ മക്കൾ തികച്ചും ഫീസ് സൗജന്യത്തിലായിരിക്കും പഠിക്കുന്നത്. കൂടിപ്പോയാലൊരു 10% ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ, ഇനി അതുപോലും ഇല്ലെങ്കിൽ അവർ കയ്യിൽ നിന്നെടുത്ത് അടയ്ക്കും. അവിടെ ഫീസ് ഇല്ലാതെ പഠിക്കുകയല്ല ചെയ്യുന്നത്. അത് അങ്ങനത്തെ ആണെന്നാണെങ്കിൽ ഒന്നുകിൽ സെബാസ്റ്റ്യൻ സാർ, അല്ലെ സ്റ്റീഫൻ സാർ, അല്ലെ ജോർജ് സാർ നമ്മളെ വിളിച്ചിട്ട് പറയും ഇത് ആ കുട്ടിയുടെ പേരിൽ അടയ്ക്കണം, എന്നിട്ട് ആ കുട്ടിയെ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹോസ്റ്റലിൻ്റെ ഫീസ്, ഫുഡ് എല്ലാം അവർ നമുക്ക് തന്നിട്ട് ആ ബില്ല് സെറ്റിൽ ചെയ്യും. ഒരു 25 മുതൽ 40% കുട്ടികൾക്ക് സ്കോളർഷിപ്പുകളുണ്ട് അവരുടെ അക്കാഡമിക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഒരു 60-65% വരെ ഒരു ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളിൽ ഒരു സ്കോളർഷിപ്പോടുകൂടിയോ ഒരു ഫീസ് കൺസെഷനോടുകൂടി പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഒരു 35% ഫുൾ പേയ്മെൻറ്റ് ചെയ്ത് അവർക്കും ഓരോ ഈ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും എൻട്രൻസിൻ്റെ റിസൾട്ട് അനുസരിച്ചൊക്കെയുള്ള സ്കോളർഷിപ്പ് സ്കീമുകളും ഉണ്ടാകും. അപ്പം ഈ 70% കുട്ടികളും ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു സ്കോളർഷിപ്പ് അച്ചീവ് ചെയ്യാനായിട്ട് അവർക്കൊരു മാർഗ്ഗമുണ്ട്. അത് വളരെ ഒരു ബെനിഫിഷ്യലാണ് 2 രീതിയിലും. ബ്രോഷറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫിനാൻഷ്യലി വീക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് സ്കീമുണ്ട്,
ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അനൗൺസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഒരാൾക്ക് പൈസ ഇല്ലെന്ന് കരുതി നമുക്ക് കോച്ചിങ് വരാൻ ചില പേർക്ക് പേടിയാണ്. അപ്പം ബില്ലിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ? പലർക്കും നമുക്കറിയാം കേരളത്തിലെ സാമ്പത്തികം നോക്കുമ്പോൾ വളരെ 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 താഴെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും വായിച്ചാൽ ഇത് ഇങ്ങനെ ഉണ്ട് അവിടെ. സ്റ്റുഡൻറ് മൈത്രി പ്രോഗ്രാം എല്ലാ ബ്രോഷറിൻ്റെ ഫ്രണ്ടിലും ഉണ്ട്. ഒരു സാമൂഹിക പ്രതിബദ്ധത നമുക്കുണ്ടല്ലേ. ഇതല്ലാതെ വേറെ എന്തൊക്കെ ഇനീഷ്യേറ്റീവാണ് സർ ചെയ്യുന്നത്? ഇപ്പം 2024 ഒരു റിസൾട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുന്ന് ഇപ്പം മെഡിക്കലിൻ്റെ കാര്യം നമുക്ക് എടുക്കാം. ഏറ്റവും അധികം റിസൾട്ട് നമുക്ക് കിട്ടി 2024 നീറ്റിൽ നിന്ന് 720 ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ മലയാളിക്കുണ്ടായിരുന്നു, ബ്രില്യൻറ്റിലായിരുന്നു, ശ്രീധരൻ ശർമ്മയിൽ ഉൾപ്പെടെ. അപ്പം 700 കുട്ടികളുടെ എണ്ണം, 650 മുകളിലുള്ള കുട്ടികളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഇവിടുത്തെ സാഹചര്യം കേരളത്തിൽ ഗവൺമെൻറ് കോളേജുകൾ കുറവാണ്. 12 ഗവൺമെൻറ് കോളേജുകളേ ഉള്ളൂ. ഗവൺമെൻറ് കോളേജുകളല്ല, സ്വകാര്യ മേഖലയിലോട്ടാണെങ്കിൽ അത് ഒരു വലിയൊരു ബാധ്യതയിലോട്ട് പോകും. അപ്പം നമ്മൾ കുട്ടികളോടായിട്ട് എല്ലാവരുമായിട്ട് രക്ഷിതാക്കളോടും പറഞ്ഞു, ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെങ്കിൽ നിങ്ങൾ മാക്സിമം ഓൾ ഇന്ത്യ ലെവലിൽ എടുക്കണം. അപ്പം മറ്റൊരു മലയാളിക്ക്, മറ്റൊരു ബ്രില്യൻറ്റിലെ കുട്ടിക്ക് കൂടെ ഗവൺമെൻറ് മേഖലയിൽ അഡ്മിഷൻ കിട്ടും. അങ്ങനെയാണ് തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന, ഇവിടെ UP എല്ലായിടത്തും കാരണം റിസൾട്ടുണ്ട്, റാങ്കുണ്ട്, അവർക്ക് അവിടെയൊക്കെ അഡ്മിഷൻ കിട്ടും. എയിംസുകൾ 20 എയിംസുകളുണ്ട്. 160 മുകളിൽ കുട്ടികൾ അവിടെ ചേർന്നു. അവിടെ വളരെ ഫീസ് കുറവുമാണ്. അപ്പോൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസം അവർക്ക് കിട്ടുകയും ചെയ്യും. അവർക്ക് നഷ്ടമൊന്നുമില്ല. ജിപ്മറിൽ ആകെ 150 മുകളിൽ സീറ്റുള്ളതെങ്കിൽ 30ഓളം മലയാളികളുണ്ട്. 30 പേരും നമ്മുടെ കുട്ടികളാണ്. വലിയ പെർസെൻറ്റേജ് ആണ്. തീർച്ചയായിട്ടും. അപ്പം ഓൾ ഇന്ത്യ ലെവലിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും നമ്മുടെ കുട്ടികളെ എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അപ്പോൾ 2 രീതിയിലുണ്ട്. അവർക്ക് ഏറ്റവും നല്ലൊരു പ്രൊഫൈൽ കിട്ടുകയും ചെയ്തു, മറ്റൊരു കുട്ടിക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അത് ഇനിയിപ്പം IIT-കളാണ്, NIT-കളാണ്, ഒക്കെ ഇതുപോലെ തന്നെ ഏറ്റവും അധികം റിസൾട്ടുകൾ. അതിലാണ് നമുക്ക് മറ്റൊരു കാര്യം കൂടെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കഴിഞ്ഞോണപ്പം 720 കുട്ടിക്ക് 1 കോടി രൂപയാണ് ബ്രില്യൻറ്റ് സ്കോളർഷിപ്പ് കൊടുത്തത്. അത് ബ്രോഷറിലെല്ലാം നമ്മൾ അടുത്ത 2025 നമ്മളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്കുകാർക്ക് 1 crore. ഒരിക്കലും ബ്രോഷറിൽ വെച്ചത് ഇത് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 2024 നമുക്കത് സാധിച്ചു. 1 കോടി രൂപ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കും. ഒരു സ്റ്റുഡൻറ്റിന് +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുന്ന പൈസയാണ് 1 കോടി രൂപ. 3 വർഷം മുമ്പ് IIT 3ാം റാങ്ക് കിട്ടി, 50 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതൊന്ന് നമ്മൾ സന്തോഷം കൊടുത്തു. കാരണം ഇങ്ങനെ വാഗ്ദാനം കൊടുത്ത് മത്സരിപ്പിച്ചിട്ടാണ് ഇവരെ എത്തിക്കുന്നത് ഇങ്ങോട്ട്. അപ്പം ഇവർ എൻട്രൻസിൻ്റെ റിസൾട്ടുകളിൽ അവർക്ക് കിട്ടുന്നൊരു മൈലേജ്, അപ്പോൾ അതും തീർച്ചയായിട്ടും ബ്രില്യൻറ്റ് ഇത്രയും നാളും 2000 കാലഘട്ടത്തിലൊക്കെയാണ് നമ്മളുടെ ഈ ടോപ്പ് റാങ്കുകളിലോട്ട് നമ്മൾ വന്നു തുടങ്ങിയെങ്കിൽ അന്നും ഈ 2024 ഒക്കെ നമുക്കത് പാലിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സാർ, ഈ പ്രായം എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷന് വളരെ സ്ട്രെസ് എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളൊരു പ്രായമാണ്. അപ്പോൾ അവിടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള, ഈ സ്ഥാപനവും കുട്ടികളും തമ്മിലുള്ള, രക്ഷിതാക്കൾ ഇതിനിടയിലാണ്. എങ്ങനെയുള്ളൊരു കൾച്ചറാണ്? നിങ്ങൾ വളരെ ഫ്രണ്ട്ലി ആണോ കുട്ടികളുമായി, രക്ഷിതാക്കളുമായി? തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരല്പം, അല്ലെങ്കിൽ സ്റ്റാഫുകൾക്കിടയിൽ ഒരു അല്പം സങ്കടം വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാൻ പറ്റും. കാരണം സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആണ്. ഡയറക്ടേഴ്സിൻ്റെ ഇത് സ്റ്റുഡൻറ്റിൻ്റെ കൺസേൺ ആണ് ആദ്യം പരിഹരിക്കേണ്ടത്. പേരൻസിൻ്റെ കാര്യങ്ങളാണ് ആദ്യം പരിഹരിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാഫിൻ്റെ കാര്യങ്ങൾ പരിഹരിക്കേണ്ടത്. അപ്പം എല്ലാ കാര്യങ്ങളിലും സ്റ്റുഡൻസിനാണ് ആദ്യത്തെ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പം ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ കോവിഡിന് ശേഷമുള്ള കൾച്ചർ നമുക്കറിയാം. നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നും മാനവികതകളൊക്കെ അല്പം മാറി നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ കുറച്ച് നമുക്ക് ഈ ബ്രില്യൻറ്റിനപ്പുറത്ത് നമുക്ക് പൊതുസമൂഹത്തിനോട് ചോദിച്ചാൽ അവിടെ നിന്ന് കിട്ടിയൊരു റെസ്പോൺസ് ഉണ്ട്. സാറേ, ആ കുട്ടികളെ ഒന്ന് നോക്കണം. അല്ലെ, സാറ് പറഞ്ഞ പോലെ തന്നെ ആ ക്യാമ്പസിൽ ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോഴും യാതൊരു കുഴപ്പവുമില്ല, ഞങ്ങളുടെ കുട്ടി ഏറ്റവും സെക്യൂറാണ്. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് IIT-കളിലോ NIT-കളിലോ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലോ എവിടെ ചെന്നാലും അവർ ആ കൾച്ചർ പഠിച്ചു. കാരണം ഈ 17-18 വയസ്സിൽ അവർക്ക് ഏറ്റവും നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കാൻ പറ്റി, നല്ലൊരു കൾച്ചർ അവർ മനസ്സിലാക്കി. ഇനി അവർ മാറിപ്പോവില്ല. കാരണം അവർക്ക് നല്ലൊരു ലക്ഷ്യം കിട്ടി. ഒരുപക്ഷെ അവർക്ക് MBBS കിട്ടിയില്ലായിരിക്കാം, അല്ല IIT കിട്ടിയില്ലായിരിക്കാം, പക്ഷെ പഠിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചു. വീട്ടിൽ നിന്ന് മാറി നിൽക്കാനും പഠിച്ചു. മറ്റൊരു ഇൻഡിപെൻഡൻ്റായി അത് അവരുടെ പ്രൊഫൈൽ കരിയറിൽ അവർ ഏറ്റവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും നന്നായിട്ട് അതിലും 100-100 ഒരുപക്ഷെ വിജയശതമാനം പറയാൻ നമ്മൾ 92 എത്തിയാൽ ഇവർ ഏറ്റവും അധികം സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യത്തിൽ അതായിരിക്കും. ഒരു നല്ല പൗരനെ നമ്മൾ 100% പൗരനെയും രാജ്യത്തിന് വേണ്ടിയിട്ട് സമ്മാനിക്കാൻ അവർക്ക് സാധിക്കും. സാർ 25 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന വ്യക്തി എന്നൊരു ചോദിച്ചോട്ടെ, പുറത്ത് ബ്രില്യൻറ്റിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ 1100 പേരെ സമൂഹം എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും അതാണ്
ഇപ്പം സാർ ആദ്യം ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാണ് 25 വർഷവും ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത് എന്നുള്ള ചോദിച്ചാൽ ഈ 1100 പേരോടും ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉണ്ടാകുള്ളൂ. നമ്മുടെ സമൂഹത്തിലെ പലതരത്തിലുള്ള പല ലെവലിലുള്ള സമൂഹത്തിലുള്ള ആൾക്കാരുണ്ട്. എല്ലാവർക്കും അവരുടെ മക്കളെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്യണം. അപ്പം അവരെല്ലാം എത്തുന്നത് ബ്രില്യൻറ്റിലോട്ടാണ് എത്തുന്നത്. കൃഷിക്കാരാണെങ്കിലും ബാങ്ക് ഉദ്യോഗസ്ഥരാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും സിവിൽ സർവീസ് ആണെങ്കിലും എല്ലാവരുടെയും മക്കൾ ഒരു പ്രൊഫഷണൽ കോഴ്സിലോട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പം ഡിഗ്രി ആണെങ്കിലും ഏതാണെങ്കിലും. അപ്പം അവരെ എല്ലാവരെയും നമുക്ക് ഒരേ കണ്ണുകളോടെ നോക്കാനായിട്ട് സാധിക്കുകയും നമുക്ക് ഇവരിലിടയിലെല്ലാം ഒരു സ്വീകാര്യത കിട്ടുന്നു. ഇന്ന് ഞാൻ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഞാൻ ബ്രില്യൻറ്റിലാണ് ജോലി ചെയ്യുന്നത് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഞങ്ങളെ തിരിച്ചറിയുന്നുണ്ട്, അതൊരു അനുഗ്രഹം. അതുപോലെ തന്നെ ബ്രില്യൻറ്റിലാണെന്ന് ജോലി അതിന് കിട്ടുന്നൊരു അംഗീകാരം. എൻ്റെ കുട്ടികളെ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ആൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഇന്നിടത്താണ് ചേരണമെന്ന് അവൻ താല്പര്യം പറയുന്നത്. അപ്പോൾ ആ ഒരു അംഗീകാരം അത് ഒരിക്കലും നമ്മൾ വിചാരിക്കാത്തതാണ്. കാരണം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നു. അപ്പം ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ മതി, ആ ഐഡൻറ്റിറ്റി അത് ഏറ്റവും വലിയൊരു ബാങ്ക് ഉദ്യോഗസ്ഥനെ പോലെ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന് മുകളിൽ നിൽക്കുന്ന ഒരു അഭിമാനമാണ്, വലിയൊരു സെലിബ്രിറ്റി പോലെ. ഇപ്പോൾ പലപ്പോഴും ചിലപ്പോൾ ഈ ഓൺലൈൻ വന്നപ്പോഴത്തേക്കും ചിലർ ചിലപ്പോൾ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ എയർപോർട്ടിൽ വരുമ്പോഴത്തേക്കും ആളുകൾ ഭയങ്കര നമ്മളെ വലിയ ഫിലിം സ്റ്റാറിനെ മോഹൻലാലിനെ ഇങ്ങനെ ഭയങ്കര. അപ്പോൾ എന്തോ എനിക്ക് അപ്പോഴും മനസ്സിലാവും ബില്ലിൽ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കാം, ആരുടെ ബില്ലിലുണ്ടോ? ഉണ്ട് എൻ്റെ അയ്യോ അന്ന് ഞങ്ങൾ മീറ്റിംഗ് കാണാൻ സാറില്ല ഇത്. അപ്പോൾ അവർക്കൊരു എവിടെയൊക്കെയോ ബ്രില്യൻ്റ് അവരുടെ ജീവിതത്തിൽ എല്ലാ ആൾക്കാരുടെ ഇടയിലും, അതാണ് സാധാരണക്കാരുടെ എല്ലാ ആൾക്കാരുടെ ഇടയിലും അത് എത്താൻ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ, കാരണം അവരെല്ലാം ഒരുപോലെ കണ്ടതുകൊണ്ടല്ലേ. നമുക്ക് സാമൂഹിക പ്രതിബദ്ധത ഞങ്ങളിപ്പം ഉദാഹരണം പറഞ്ഞാൽ പെട്ടിപ്പടി ദുരന്തത്തിൽ അന്ന് ഒരു പത്രത്തിൽ വായിച്ചു, ഒരു +2 പാസ്സായ കുട്ടി ഇങ്ങനെ എല്ലാവരും നഷ്ടപ്പെട്ടു. ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഓഫർ ചെയ്തു, ഇനി ആ കൊച്ചിനെ വിട്ടരെ. ആ കൊച്ചിനെ സൗജന്യമായി പഠിപ്പിച്ചെന്ന് മാത്രമല്ല, പാലക്കാട് മെഡിക്കൽ കോളേജ് ഞങ്ങൾ തന്നെ വണ്ടിക്ക് കൊണ്ടുപോയി, ഞങ്ങളുടെ ടീച്ചർമാർ കൂട്ടത്തിൽ കൊണ്ടുപോയി അവിടെ കൊണ്ട് ഫീസ് അടച്ച് കൊണ്ട് ക്യാമ്പസിൽ കൊണ്ട് ആക്കുകയും ചെയ്ത്. അച്ഛനും അമ്മയും മരിച്ചുപോയതാ. ഒരാങ്ങളെ ഉണ്ടോ? ചേച്ചി മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ഇത് ചെയ്യായിരുന്നു. അവിടെ പോയി ഞങ്ങളുടെ സ്ഥാപനത്തിൽ 1 വർഷം പഠിപ്പിച്ചു. ഞങ്ങൾ തന്നെ കൊണ്ടുപോയി കോളേജിലാക്കുകയും ചെയ്തിട്ടുണ്ടായി. വയനാട് ദുരന്തം ഉണ്ടായി. ഞങ്ങൾ ഈ സ്റ്റാഫ് എല്ലാവരും കളക്ട് ചെയ്ത് നല്ലൊരു എമൗണ്ട് നമുക്ക് അവിടെ കൊടുക്കാൻ സാധിച്ചു. സാർ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ 40 വർഷമായി ഇവിടുന്ന് പഠിച്ച് മികച്ച നിലയിലെത്തിയ ആ പഴയ വിദ്യാർത്ഥികളൊക്കെ ഇന്നും നിങ്ങളെ വിളിക്കാറുണ്ട്? അതാണ് ഏറ്റവും ബന്ധം. അതായത് ഞാൻ പറഞ്ഞ ആദ്യത്തെ ബാച്ച് ഞങ്ങൾക്കൊരു MBBS കിട്ടുമെന്ന് പറഞ്ഞൊരു സുമ എന്ന് പറഞ്ഞൊരു എറണാകുളത്തുണ്ട ആൾ, ഒരു പീഡിയാട്രിഷ്യനാണ്. അവർക്ക് 6 മക്കളുണ്ട്. അവരൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഈ 6 മക്കളെയുമായിട്ട് അവിടെ വന്നു. അതായത് 40 വർഷം 37 വർഷം പഠിച്ചാൽ നോക്കണം. ഇതാണ് ഈ 6 മക്കളെ കൊണ്ട് കാണിക്കുക, ഇതാണ് സ്റ്റീഫൻ സാർ, ഇതാണ് സന്തോഷ് സാർ. അവർക്ക് ഞാൻ പഠിച്ച വിദ്യാലയം എനിക്ക് തോന്നുന്നു ബാക്കി ആ ഒരു വികാരം ആർക്കും കിട്ടുക. കാരണം നമ്മളവിടെ കൊടുത്ത റിസൾട്ടല്ല, ആ 1 വർഷം കൊണ്ട് ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ കൊടുത്ത സ്നേഹവും അംഗീകാരം തന്നെയാണ്. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഈ പഠിച്ചു പോയ വിദ്യാർത്ഥികളും ഇവരൊക്കെ തന്നെയാണ് നിങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ. തീർച്ചയായിട്ടും. കാരണം എപ്പോഴാണ് ബ്രില്യൻറ്റിന് പരസ്യം ചെയ്യുന്നത്? റിസൾട്ട് വരുമ്പോൾ മാത്രമേ പരസ്യം ചെയ്യാറുള്ളൂ. ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ ഈ റിസൾട്ടുള്ള കുട്ടികൾ തന്നെ നിങ്ങൾ ഇവിടെ പോകണം, അവരുടെ മക്കളെയും ഇപ്പോൾ ഇത്രയും വർഷം ആയതുകൊണ്ട് ഈ പഠിച്ച എല്ലാവരും അവരുടെ മക്കളെ വിടുന്നതും ബ്രില്യൻറ്റിൽ തന്നെയാണ്. അപ്പം മറ്റൊരു പരസ്യം നമുക്ക് അങ്ങോട്ട് വേണ്ടി വരുന്നില്ല. അതുതന്നെയാണ് തീർച്ചയായിട്ടും ഒരു പ്രൈവറ്റ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിന് ഇങ്ങനെ നമുക്ക് സമൂഹത്തിലോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ബ്രില്യൻ്റ് എന്ന് പറയുന്നത്. സാർ ഇപ്പോൾ ഒരു ബ്രാൻഡാണ്, ഒരു വലിയ ബ്രാൻഡാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ 10-40 വർഷം, നമുക്കൊരു 100 കൊല്ലം പാരമ്പര്യം പറയാവുന്ന കുറച്ച് ബ്രാൻഡുകളെ നമ്മുടെ നാട്ടിലുള്ളൂ. ഈ 40 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു എത്ര ലക്ഷം കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതിന് വല്ല കണക്കുണ്ടോ? അങ്ങനത്തെ കണക്കുകളില്ല. ഒരു 2 ലക്ഷത്തിലധികം ഡോക്ടർമാർ, അതായത് നല്ല നിലയിൽ, നമ്മൾ സ്വകാര്യ പ്രൈവറ്റ് കോളേജുകൾ കൂട്ടുന്നില്ല, ഗവൺമെൻറ് സെക്ടറിൽ തന്നെ പഠിച്ച 2 ലക്ഷത്തിലധികം ഡോക്ടർമാരെങ്കിലും, എഞ്ചിനീയർമാരാണെന്ന് ഞാൻ കൃത്യം അറിയത്തില്ല, അത്ര എഞ്ചിനീയർമാർ ഒരുപാട് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുന്നുള്ളൂ. അത്രയും ഡോക്ടർമാരെങ്കിലും ഞങ്ങൾക്ക് സമൂഹത്തിലേക്ക് 2 ലക്ഷം ഡോക്ടർമാരെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ, ഇപ്പം ഞാൻ ഒരു സ്പൈൻ്റെ സർജറിക്ക് വേണ്ടി ആസ്റ്റർ മെഡിസിറ്റിയിൽ ഒരു 1.5 വർഷം, അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടർ ഒഴികെ ബാക്കി എല്ലാവരും അയ്യോ ഇത് സാറ് ഒരു ഈവൻ
ഇരിക്കെന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ തയ്യാറാകാത്ത എല്ലാവരും, എൻ്റെ അടുത്ത് വന്ന എല്ലാ ഡോക്ടർമാരും ബ്രില്യൻറ്റിന്റെ പ്രോഡക്റ്റ് ആണ്. എല്ലാവരും ബ്രില്യൻറ്റുകാരാണ്. അത് എനിക്ക് തോന്നുന്നു എവിടെ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാൽ 2 ലക്ഷം ഡോക്ടർമാർ ഇന്ത്യയിലെ ടോട്ടൽ ഡോക്ടർമാരുടെ എണ്ണം എടുത്താൽ തന്നെ നമുക്കറിയാം. അപ്പോൾ എവിടെ ചെന്നാലും കേട്ടറിഞ്ഞിട്ട് കൂടുതൽ ആ ഡിപ്പാർട്ട്മെന്റ് ബന്ധമില്ലെങ്കിൽ പോലും അവർ വന്ന് കാണുകയാണ്. അതൊക്കെ ഒരു വലിയ ദൈവാനുഗ്രഹം. ഭയങ്കര നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് നമുക്കിങ്ങനെ കിട്ടുന്ന അംഗീകാരം. തീർച്ചയായിട്ടും. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ 800 വിദ്യാർത്ഥികൾ ഈ 4 വർഷത്തെ നോക്കുകയാണെങ്കിൽ 800 വിദ്യാർത്ഥികളാണ് നമ്മുടെ ബ്രില്യൻറ്റിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ ആകെ സീറ്റ് 250 സീറ്റാണ് ടോട്ടലുള്ളത്. അതിൽ 15% ഓൾ ഇന്ത്യ കോട്ടയിൽ ഇന്ത്യയിൽ നിന്ന് എല്ലാവർക്കും വരാം. ബാക്കി പല സ്പോർട്സ് അങ്ങനെ പല റിസർവേഷൻ ഉണ്ട്. അപ്പോൾ മെറിറ്റിൽ കയറിയതിൽ 188 പേരും ബ്രില്യൻറ്റിലെ ആൾക്കാരാണ്. തിരുവനന്തപുരത്ത് 181, കോട്ടയം മെഡിക്കൽ കോളേജ് 162. അപ്പം ആ ഒരു ക്രൗഡിലോട്ട് എത്തിയപ്പോഴേക്കും ഈ പറഞ്ഞ മൊത്തം നമുക്ക് മലയാളികളിൽ ഈ ഒരു 90-92% അത് ഏതൊരു കോളേജിലെടുത്താലും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും മികവ് തന്നെയാണ് തീർച്ചയായിട്ടും. ശിവൻ സാർ, അതുപോലെ തന്നെ നമുക്കൊക്കെ ഒരു വലിയ തിരിച്ചടി ഉണ്ടായ സമയമായിരുന്നു കോവിഡ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി നിങ്ങളുടെ പോലെ ഇൻഡസ്ട്രിയിൽ നമ്മളൊരു ഓഫ്ലൈൻ എല്ലാം ക്ലാസ്സിൽ വന്ന് പഠിക്കുക, ആ സമയത്തൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, സോഷ്യൽ ഡിസ്റ്റൻസിങ്. ആ ഒരു കാലഘട്ടം വളരെ ഒരു പ്രസക്തമായ ഒരു വലിയ ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. ഈ ഇൻഡസ്ട്രിയുടെ ഒരു ഡിസ്റപ്ഷൻ നടന്നൊരു സമയമാണ്. എങ്ങനെയാണ് ബ്രില്യൻ്റ് അതിനെ നേരിട്ടത്? യഥാർത്ഥത്തിൽ അവിടെ ഒരു വലിയ വൈരുദ്ധ്യവും നമുക്ക് വേണമെങ്കിൽ പറയാം. 2000 കാലഘട്ടം വരെ ബ്രില്യൻ്റ് ഓൺലൈൻ അത്ര ഇത് സപ്പോർട്ട് ചെയ്തില്ല. കാരണം പരിശീലനം അത് ഓഫ്ലൈനായിട്ട് വേണമെന്നുള്ളൊരു നിഷ്കർഷം ഞങ്ങൾക്കുണ്ടായിരുന്നു. 2000 മാർച്ച് 10 ആദ്യമായിട്ട് കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നു, ക്ലാസ്സുകൾ അടയ്ക്കുന്നു. നമ്മുടെ കുട്ടികൾ ക്ലാസ് അതാത് നാടുകളിലോട്ട് ഞങ്ങൾ വണ്ടിയിൽ കൊണ്ട് വിടുകയാണ്. അന്നൊരു തിങ്കളാഴ്ചയാണ്. അപ്പോൾ ആ തിങ്കളാഴ്ചകളിൽ എക്സാം ഉള്ള ദിവസമാണ്. അന്നത് നടത്താൻ പറ്റിയില്ല. ആ ബുധനാഴ്ച നമ്മൾ ഓൺലൈനായിട്ട് എക്സാം നടത്തുകയാണ്. വളരെ പെട്ടെന്നാണ്. അപ്പോഴും നമുക്ക് ക്ലാസ്സുകളൊക്കെ നടത്തണം. അത് കഴിഞ്ഞിട്ട് മാർച്ച് 21 ലോക്ക്ഡൗൺ ആയി. എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയാം, എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. കുട്ടികളെല്ലാം വീടുകളിലാണ്. പക്ഷേ അവർ അപ്പോഴും കൃത്യമായിട്ട് പ്ലാനുകൾ അവർക്കുണ്ടായിരുന്നു. അവർ ഷെഡ്യൂൾ ചെയ്തു. ഏപ്രിൽ 10 നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടിത്തുടങ്ങും. സ്റ്റുഡിയോ എന്താണെന്നറിയില്ല, ക്യാമറ എന്താണെന്നറിയില്ല, എങ്ങനെയാണിത് കാണുന്നത്. ആകെപ്പാടെ നമുക്ക് സ്മാർട്ട് ബോർഡുകളുണ്ട്, എല്ലാ സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. അപ്പോൾ അതൊരു ബലമായിരുന്നു. അവരുമായിട്ട് ആലോചിച്ച് കൃത്യമായിട്ട് നമുക്ക് ക്ലാസ്സുകൾ അവരുടെ വീടുകളിൽ എത്തിക്കാൻ സാധിച്ചു. ഇ ലേണിംഗ് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. ഇന്ന് ഓൺലൈൻ മീഡിയയിൽ ഈ മേഖലയിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കാനായിട്ട് ബ്രില്യൻ്റ് ഇ ലേണിംഗ് ആപ്പിനും ബ്രില്യൻ്റിൻ്റെ ഈ ഒരു മാറ്റത്തിന് പെട്ടെന്ന് അത് നമുക്ക് കുട്ടികളിലോട്ട് എത്തിക്കാൻ സാധിച്ചു. നമുക്കൊരു ഇ ലേണിംഗ് ആപ്പ് ഉണ്ട്. തീർച്ചയായിട്ടും 4.9 റേറ്റിങ്ങിൽ ക്ലാസ്സുകൾ, പലതരത്തിലുള്ള എക്സാമുകൾ, ഡൗട്ട് ക്ലിയറൻസ് ഇത്രയും നാൾ ഞങ്ങൾ കുട്ടികൾ അതിനകത്ത് ഡൗട്ട് ഇടാം, അത് സാറുമാർ നോക്കിയിട്ട് ഒരു 24 ഹവറിനുള്ളിലായിരുന്നെങ്കിൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അനുസരിച്ച് ഒരു കുട്ടി ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് 99% ഓൺലൈനിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടാവും? ഏതാണ്ട് ഒരു 4000-നടുത്ത് +2 ശേഷമുള്ള വിദ്യാർത്ഥികൾ മെഡിക്കൽ മേഖലയിലും, ഏതാണ്ട് 2000-നടുത്ത് എഞ്ചിനീയറിംഗ് ഉണ്ട്. ബാക്കി ഞാൻ ഈ 5ാം ക്ലാസ് പറഞ്ഞപ്പോൾ ഇതിനെല്ലാത്തിനാണല്ലോ ലോകത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഓൺലൈനായിട്ടും. യഥാർത്ഥത്തിൽ ആഫ്റ്റർ കോവിഡ് ഞങ്ങൾക്കൊരു ഭയങ്കര വളർച്ചയായിരുന്നു. കാരണം ഈ ഓൺലൈൻ സംവിധാനത്തിലുള്ള മാറ്റം ഞങ്ങൾ അന്നൊരു പെട്ടെന്നുള്ള നിലനിൽപ്പോട് ചെയ്താണെങ്കിൽ ഇന്നത് ഭയങ്കരമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ മെച്ചപ്പെടുത്താൻ സാധിക്കും. 2020 സെപ്റ്റംബറിലാണ് എൻട്രൻസ് നടക്കുന്നത്. ആ എൻട്രൻസിനായിരുന്നു ഏറ്റവും വലിയ വിജയങ്ങളും. ശിവൻ സാറേ, ഈ റിസൾട്ട് എന്ന് പറയുന്നത് വല്ലപ്പോഴും കിട്ടിയിട്ട് കാര്യമില്ല, കൺസിസ്റ്റൻസിയാണ്. പക്ഷെ കൺസിസ്റ്റൻസിയേക്കാൾ ഉപരി റിസൾട്ടിൽ വളർച്ച ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ കോർപ്പറേറ്റ് വേൾഡൊക്കെ എടുത്താൽ നമ്മൾ ആപ്പിൾ എന്നൊക്കെ പറയുന്ന വലിയ ബ്രാൻഡുകൾ എടുത്താൽ പോലും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ചില വർഷം ഡിപ്പുണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏത് ഗ്രോത്തിന് ഡിപ്പുണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ 40 വർഷമായിട്ട് ഇതെങ്ങനെയാണ് ഈ ഗ്രോത്ത്? അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ രസാവഹമായിട്ട് തന്നെ കാണും. കാരണം ഈ റിസൾട്ട് കിട്ടേണ്ട 90% വിദ്യാർത്ഥികളും ഈ ക്യാമ്പസിനകത്തുണ്ട്. ഇവർ പരസ്പരം കോമ്പറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എനിക്കിപ്പോൾ 500 മാർക്ക് കിട്ടിയാൽ ഞാൻ കേരളത്തിൽ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത്, ഇന്ത്യയിൽ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് അവർക്കൊരു തിരിച്ചറിവുണ്ട്. അപ്പം മലയാളികൾക്കിടയിൽ റിസൾട്ട് കിട്ടേണ്ടവർ തമ്മിലാണ് പരസ്പരം ഏറ്റവും ആരോഗ്യകരമായ രീതിയിൽ മത്സരിക്കുന്നത്. ശരിയല്ലേ? ആ ഒരു രീതിയിൽ നോക്കൂ. നമുക്ക് പരസ്പരം മത്സരിക്കേണ്ട, അതായത് ഒളിമ്പിക്സിന് മത്സരിക്കുന്ന എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ ഏത് മേഖലയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് അവന് തിരിച്ചറിയാൻ സാധിക്കും. ഇതിന് വെളിയിൽ അവന് കോമ്പറ്റീഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഓരോ കാലങ്ങളിലും ഏറ്റവും നല്ല രീതിയിൽ തന്നെ റിസൾട്ടിലോട്ട് എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. സാർ പറഞ്ഞു വയ്ക്കുന്നത്
ബ്രില്യൻ്റ് കോമ്പീറ്റ് ചെയ്യുന്നത് വേറെ ആരുമായിട്ടല്ല, ബ്രില്യൻ്റുമായിട്ടാണ്. 100%. കഴിഞ്ഞ സീസണും ഈ സീസണും എന്ന് പറയുന്ന പോലെയാണ്. തീർച്ചയായിട്ടും. സ്റ്റീഫൻ സാറേ, ഈ 40 വർഷമായിട്ട് ഇങ്ങനെ റിസൾട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ ഇങ്ങനെ സെഞ്ചുറി അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സച്ചിൻ ടെണ്ടുൽക്കർ തന്നെ അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല എന്ന് പറയുന്ന പോലെ ഇത് ഇപ്പോഴും ഈ ടെൻഷനും പ്രസൻസും ഒക്കെ റിസൾട്ട് വരുമ്പോൾ അതേ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങൾ 4 ഡയറക്ടർ? ഞങ്ങൾക്ക് റിസൾട്ട് വരുന്ന ദിവസം ഭയങ്കര ആഘോഷം തന്നെയാണ്. അന്ന് ഏത് പാതിരായ്ക്ക് റിസൾട്ട് വന്നോ, ശിവൻ സാറൊക്കെ കോട്ടയത്തെ വീട്, അത് ഇന്നലെ വണ്ടി എടുക്കുക തിരിച്ചു വരിക, അദ്ദേഹം മിക്കവാറും അറിയുന്നത്, സാറേ ഈ റിസൾട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ശിവൻ സാർ ഒരു വശത്ത് വണ്ടി എടുത്ത് വരുന്നു, ഞങ്ങൾ 4 പേര് ചെല്ലുന്നു, ഈ ടീം എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏത് രാത്രിയാണെങ്കിൽ ഞങ്ങളത് അന്നേരം തന്നെ ഒരു വിത്തിൻ 3-4 മണിക്കൂറിനകത്ത് റിസൾട്ട് എവിടം വരെ ഉണ്ട്, ഞങ്ങളുടെ ടോപ്പർ പിള്ളേരെ അപ്പോഴത്തേക്കും പിള്ളേരെ ഉറക്കമായിരിക്കും. ഞങ്ങൾ ഫോൺ ചെയ്ത് അങ്ങോട്ട് അറിയിക്കുകയാണ്, വിളിച്ച് പറയുകയാണ്, നിനക്ക് കിട്ടി, നിനക്ക് ഇത് റാങ്ക് ഉണ്ട്. അപ്പോൾ അവരുടെ ആ വീട്ടിലെ സന്തോഷവും കൂവിച്ച് കേൾക്കുന്നുണ്ടോ ഇങ്ങനെ. ഈ 40 കൊല്ലമായിട്ടും അതിന് മാത്രം ഒരു മാറ്റം, ഒരു മാറ്റം മാത്രമാണ് നമ്മുടെ ലക്ഷ്യവും. എക്സൈറ്റ്മെന്റ് ആണ്, പണമല്ല, വേറെ ഒന്നുമല്ല, അവരുടെ സന്തോഷമാണ്. നമുക്ക് റിസൾട്ട് കയറി കിട്ടി, അവരെ അറിയിക്കുക. അവരെ ചിലപ്പം ഇവരെ പിള്ളേരുടെ വെച്ചിട്ട് പ്രഡിക്റ്റീവ് ചെയ്യാണ്, നിങ്ങൾ ധൈര്യത്തിനും പറയാണ് നിനക്ക് ഇത് കിട്ടും. അപ്പോൾ അത് ചിലപ്പോൾ അത് തന്നെ സംഭവിക്കും. ഞങ്ങൾ വെറുതെ ഗസ് ചെയ്യുന്നതാണ്, നിനക്ക് 250 കിട്ടും. അതുകൂടി സാറ് പറഞ്ഞതുപോലെ തന്നെ കിട്ടിയല്ലോ 250 കിട്ടിയല്ലോ. അതൊക്കെ ദൈവം തോന്നിക്കുന്ന ഇങ്ങനെയൊക്കെ. സാറേ, ഈ കോവിഡ് കാലത്ത് ഇവൻ ചെറിയ സംരംഭങ്ങളും വലിയ സംരംഭങ്ങളും ഒക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സാറേ. 1100 എംപ്ലോയീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ വേറെ 1000 പേരുണ്ട്. ഈ സാലറി കൊടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു വിഷമഘട്ടമായിരുന്നു. ബ്രില്യൻ്റ് എന്താ ചെയ്തത്? യഥാർത്ഥത്തിൽ കോവിഡ് നമുക്കെല്ലാവർക്കും ഭയങ്കര ഞെട്ടലായിരുന്നു, ഇതെങ്ങനെ എവിടം വരെ പോകും. പക്ഷേ ഉടനെ ഞങ്ങൾ 4 പേരും എത്തി. നമുക്ക് ക്ലാസ്സുകൾ എങ്ങനെയും നടത്തി നോക്കുള്ളൂ. ഇത്രയും നമ്മുടെ അന്നും 10-40,000 കുട്ടികളുണ്ട്. അവർക്ക് നമുക്ക് ഒരു ക്വാളിറ്റിയിലും കുറവില്ലാതെ ക്ലാസ് എത്തിക്കണം. 2 സ്റ്റാഫ്, ഞങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന 1000-ഓളം പേരെ നമുക്ക് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. അത് ഇനിയിപ്പം 1-2 വർഷം നീണ്ടാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ സാലറിയെ ബാധിക്കരുത്, കാരണം അവർ ജീവിക്കുന്നത് കൊണ്ടാണ്. അപ്പം മാസശമ്പളക്കാർക്ക് എല്ലാവർക്കും കോവിഡാണോ ജോലി ചെയ്തോ വീട്ടിലിരുന്നോ നോക്കുന്നില്ല. അവർക്ക് എല്ലാവർക്കും നമ്മൾ അതാത് മാസങ്ങളുടെ ഞങ്ങളുടെ രീതി മാസത്തിൻ്റെ തുടക്കത്തെ ദിവസം 1-ാം തീയതി 2-ാം തീയതി സാലറി അക്കൗണ്ടിൽ ചെല്ലുക എന്നുള്ളത് തന്നെയാണ്. ഇട്ടുകൊടുത്തു. അതേസമയം 1000-അധികം പേര് കോൺട്രാക്ട് ബേസ്ഡാണ്, പ്രൊഫസേഴ്സ് കോൺട്രാക്ട് ബേസ്ഡാണ്. അവർ ജോലി ചെയ്താൽ മണിക്കൂറിനോ ദിവസമോ കൊടുക്കുന്നതാണ്. പക്ഷേ അപ്പോഴും ഞങ്ങൾ അവരുടെ കാര്യം ചിന്തിച്ച് തന്നെയാണ്. അവർക്കും നമ്മൾ ജോലിയില്ലെന്ന് കരുതി അവർക്ക് കൊടുത്തില്ലേ കാര്യമില്ല. അവർക്ക് ഫുൾ സാലറി കൊടുത്തില്ലെങ്കിൽ ജീവിക്കാനുള്ള ശമ്പളം അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് തന്നു. അത് ഈവൻ ഇപ്പം പ്രായമായിട്ട് ജോലിക്ക് വരാൻ പറ്റാത്ത അവർക്കും ഞങ്ങൾ മാസം തോറും ഒരു ജീവിക്കാനുള്ള പൈസ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ജീവിച്ച അവരുടെ നമുക്ക് മറക്കാൻ പറ്റില്ല. സ്റ്റീഫൻ സാറേ, ഈ 4 പാർട്ട്നേഴ്സും ചേർന്ന് ഒരു കുടിസുമുറിയിൽ ആകെ വന്നത് 5 വിദ്യാർത്ഥികളാണ്. ഈ 5 വിദ്യാർത്ഥികളിൽ 5 വിദ്യാർത്ഥികൾക്കും അന്ന് റിസൾട്ട് ഉണ്ടായി. ഇന്ന് 40 വർഷം കഴിഞ്ഞും അതിന് വലിയ മാറ്റമൊന്നുമില്ല അല്ലേ? അതെ, അത് യഥാർത്ഥത്തിൽ ശരിക്കും ഞങ്ങൾ തുടങ്ങിയത് അവരുടെ നിർബന്ധം കൊണ്ടാണ്. ട്യൂഷന് വരുന്ന അവർ വന്ന് ഞങ്ങളോട് ചോദിച്ചു, ഒരു ഷാജി, സുരേഷ് ഒക്കെ ചോദിച്ചത്, സാറേ ഞങ്ങൾക്ക് എൻട്രൻസ് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് അതിന് കോച്ചിങ് പോകാനൊന്നും പൈസ ഒന്നുമില്ല, എന്തെങ്കിലും ചെയ്യാമോ? അപ്പം 5 പേര് താല്പര്യത്തോടെ വന്നു. ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അന്ന് പഠിപ്പിക്കുന്ന ടീച്ചർമാർ അന്നൊക്കെ ആദ്യമൊക്കെ തുറക്കുന്നത് ഞങ്ങളൊക്കെ തന്നെ പറയുന്നത്. അപ്പം അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. അതിനകത്ത് ഒരാൾക്ക് MBBS, 4 പേർക്ക് എഞ്ചിനീയറിംഗ് കിട്ടി എന്നുള്ളതാണ്. അതാ ഫസ്റ്റ് ഏറ്റവും നല്ല ബാച്ച് അത് തന്നെയായിരുന്നു. 5 പേർക്കും റിസൾട്ട് കൊടുക്കാൻ സാധിച്ചു. അതിലൊരു മാറ്റവും ഇല്ല. 40 കൊല്ലം കഴിഞ്ഞു ഇപ്പോഴും അത് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അന്ന് ഞങ്ങൾ 4 ചെയ്തെങ്കിൽ ഇന്ന് 1000 പേരും കൂടി ചേരും, അല്ല 2000 പേരും കൂടി ചേരുവാണ് അവർക്ക് വേണ്ടി. അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടുന്നവർ ചിന്തിക്കേണ്ടത് 40 കൊല്ലമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് റിസൾട്ടാണ്. മാത്രമല്ല ഞങ്ങൾ എപ്പോഴും മീറ്റിങ്ങിൽ പറയാറുണ്ട്, അതായത് ഒരു 1-ാം റാങ്ക് കിട്ടിയെങ്കിൽ അത് ഡയറക്ടറുടെ കഴിവോ പഠിപ്പിച്ച സാറിൻ്റെ കഴിവോ അല്ല, അവിടുത്തെ എല്ലാവരുടെയും കൂടിയാണ്. ഡ്രൈവർ, ക്ലീനിങ് സ്റ്റാഫ്, പ്യൂണ്, എല്ലാവരും, കുക്ക്, എല്ലാവരും കൂടി ചേർന്നാലേ ഇത് സ്മൂത്തായിട്ട് റൺ ചെയ്യും. എവിടെയെങ്കിലും ഒരു അവയവം വീക്കായാൽ, ശരീരത്തിൽ ഒരു പല്ലുവേദന വന്നാൽ നമുക്ക് അന്ന് എല്ലാം തീർന്നു. എല്ലാവരും അവരവരുടെ കളക്റ്റീവ് ടീം, എല്ലാവരും അവരവരുടെ റോൾ നന്നായിട്ട് കൊണ്ടുപോയാലേ ആവുള്ളൂ. സാർ, ഒരു ബ്രില്യൻ്റ് കഥ തന്നെയാണ്. ചിലപ്പോൾ ബിസിനസ് മേഖലയിൽ ചേർന്ന് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം എൻ്റെ മനസ്സിൽ ഈ ചോദ്യം വരുന്നത്. ഞാനും കണ്ടിട്ടുണ്ട് പല പാർട്ട്ണർഷിപ്പുകളും, അത് വിഷമത്തോടെ പിരിഞ്ഞു പോകുന്നവരെ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു
കണ്ടിന്യൂവേഷനുണ്ട്. അപ്പോൾ എവിടെയും 4 പാർട്ട്നേഴ്സ് അത് പാർട്ട്ണർഷിപ്പിൽ ഒതുങ്ങിയാൽ ഭാവി എന്താവും എന്നൊരു ചോദ്യമുണ്ട്. അടുത്ത തലമുറ വരണം. നിങ്ങൾ 4 പാർട്ട്നേഴ്സിൽ ഒരാൾ മാറിയാൽ പോലും തീരാവുന്നതാണ് ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഭാവി, ഞാൻ താങ്കളുടെ പ്രായത്തെയും കൂടി ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ചോദ്യം. ഭാവി അടുത്ത തലമുറ ബിസിനസ്സിൽ വന്നിട്ടുണ്ടോ? അടുത്ത ട്രാൻസിഷൻ എങ്ങനെയാണ്? 2 തരത്തിലാണ്. ഇപ്പം സാറ് പറഞ്ഞതെന്ന് തന്നെ മനസ്സിലായി. പാർട്ട്ണർഷിപ്പിന് ഞങ്ങൾ അന്നറിയത്തില്ല, കുറേ കഴിഞ്ഞാൽ മനസ്സിലായി പാർട്ട്ണർഷിപ്പിന് നിലനിൽപ്പെന്ന് പറയുന്ന ഒരു വലിയ ഭീഷണിയുണ്ട്. ഞങ്ങൾ 4 പേരിൽ ഒരാൾ ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അത് നിന്ന് പോകും. അപ്പോൾ ഞങ്ങൾ അതിന് അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു. റീസെൻ്റ്ലി ഞങ്ങൾ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചു. കാരണം ബ്രില്യൻറ്റ് ഞങ്ങളുടേതല്ല, 1000 പേരുടേതാണ് ബ്രില്യൻറ്റ്. അവരുടെ നിലനിൽപ്പ് ബ്രില്യൻറ്റിലൂടെ തന്നെയാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്കിപ്പം പ്രായമായി, ഒരാൾക്ക് എപ്പോഴാണ് മനുഷ്യ സ്വഭാവത്തിൽ എപ്പോഴാണ് മാറ്റം വരുന്നില്ല. ഒരാൾക്ക് എന്തെങ്കിലും പിടിവാശിയുണ്ടായി എന്തെങ്കിലും കാരണത്താൽ അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നം കൊണ്ടോ നിർത്തിക്കഴിഞ്ഞാൽ 1000 പേരും വഴിയാധാരമാകും. അതുകൊണ്ട് ഞങ്ങളതിന് ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് ഞങ്ങളപ്പം തന്നെ ഞങ്ങൾ 4 പേരും ഡയറക്ടർമാരായിട്ടുണ്ട്. ഒരു കമ്പനിയും കൂടി അങ്ങ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് ഒരിക്കലും മെർജ് ചെയ്ത് പോകുന്നില്ല. അപ്പം ഞങ്ങളൊരാൾ പിന്മാറിയാലും പാർട്ട്ണർഷിപ്പ് ഫേമേ ഇല്ലെന്നാകുന്നുള്ളൂ. പക്ഷേ അവിടെ ഒന്നും സ്ഥാപനത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. 2നും പേറ്റൻസി ഉണ്ട്, രജിസ്ട്രേഷനുണ്ട്, ഉണ്ട്. ഇനി അടുത്ത തലമുറ ഞങ്ങൾ ഇതാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും മക്കൾ ക്വാളിഫൈഡ് ആണ്. ഞങ്ങളുടെ ഒരാളുടെ മകന് എഞ്ചിനീയറാണ്, എല്ലാവർക്കും ഡോക്ടർമാരുണ്ട്. സന്തോഷ് സാറിന് ഒരു മകനേ ഉള്ളൂ, എഞ്ചിനീയറാണ്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും 4 പേരുടെയും ഓരോ മക്കൾ വീതം ഇതിനകത്തുണ്ട്. പക്ഷേ അവരൊരിക്കലും ഡയറക്ടേഴ്സ് അല്ല. അവർ ഏറ്റവും താഴെക്കടയിലുള്ള സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾ തീരുമാനിച്ചങ്ങനെയാണ്. അവരൊരിക്കലും ഞങ്ങളുടെ കസേര കയറിയോ ഞങ്ങളുടെ മീറ്റിങ്ങിൽ വന്ന് അറ്റൻഡ് ചെയ്യുന്നില്ല. അവർ പ്രൂവ് ചെയ്തിട്ട് വേണം ഇവിടെ വരാൻ. മീറ്റിംഗ് ഞങ്ങളുടെ ഡയറക്ടേഴ്സ് മീറ്റിംഗ് അവരെ കയറ്റാറില്ല. അവർ സാധാരണ, കാരണം മാത്രമല്ല ജീവനക്കാരുടെ അടുത്ത് അംഗീകാരം കിട്ടണമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ വന്ന് അവരെ ഭരിച്ചിട്ട് കാര്യമില്ല. കാരണം ക്ലാസ് ടീച്ചറായിട്ടോ സോഫ്റ്റ്വെയറിനകത്തോ അവരവരുടെ സ്കില്ലനുസരിച്ച് ഒരാൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കും, സുഹാസാറിനോടൊപ്പം വണ്ടിയുടെ കാര്യങ്ങൾ, ഇലക്ട്രിക് കാര്യങ്ങളൊക്കെ നോക്കുന്നു. അത് അവർ സാധാരണ ശമ്പളക്കാരനായിട്ട് വർക്ക് ചെയ്തിട്ട് ഭാവിയിൽ കുറേ കഴിഞ്ഞ് അവർ ജോലി ചെയ്ത് ബാക്കിയുള്ളവരുടെ ഇടയ്ക്ക് സൗഹൃദത്തോടെ കയറട്ടെ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ മാറിയിരുന്നില്ല എൻ്റെ മകളെയോ കയറ്റിയിരുത്താൽ അതല്ല ശരിയാവും. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ബ്രില്യൻറ്റ് ഇനിയും തുടരും, സംശയമൊന്നുമില്ല. അത് ഞങ്ങൾ 4 പേരില്ലെങ്കിലും ബ്രില്യൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാണ്. ബ്രില്യൻറ്റിലേക്ക് എൻട്രൻസ് എത്ര തലമുറ കഴിഞ്ഞാലും എൻട്രൻസ് എക്സാംസ് ഉണ്ടോ അത്രയും കാലം ഇതുണ്ടാവും. ഞങ്ങളങ്ങനെ മറ്റൊരു മേഖലയിലേക്ക് അത് പലരും ചെയ്യാറുണ്ട്. നമുക്ക് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് സ്കൂൾ തുടങ്ങാൻ മേലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല. നമുക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് മതി. നമുക്ക് ആവശ്യത്തിനുള്ള ലോഡുണ്ട്, ആവശ്യത്തിനുള്ള കുട്ടികൾ വേണമെങ്കിൽ ഏത് മേഖലയിലോട്ട് പക്ഷേ പണം നിക്ഷേപിക്കുകയോ നമുക്ക് ഡൈവേർട്ട് ചെയ്യുകയോ പലരും പറയാറുണ്ട്, നിങ്ങൾ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് മാറുക, അല്ലെങ്കിൽ കുറച്ച് സ്കൂൾ തുടങ്ങുക, അല്ലെങ്കിൽ കോളേജ് തുടങ്ങുക, മെഡിക്കൽ കോളേജ് തുടങ്ങുക. വേണ്ട, നമുക്കിത് അതുകൊണ്ടങ്ങനെ നമുക്ക് വേറെ സ്റ്റേറ്റുകളിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ദുബായിൽ ഞങ്ങളൊരു സെൻറ്റർ ഇട്ടിട്ടുണ്ട്, ഖത്തറിൽ ഞങ്ങളൊരു സെൻറ്ററും ഉണ്ട്. ഈ മേഖലയിൽ തന്നെയാണ്, മലയാളികൾ തന്നെയാണ്. അത് വേറൊരു കോഴ്സ് ആകെപ്പാടെ ഞങ്ങൾ പരീക്ഷ ഒരു PG എൻട്രൻസ് ഞങ്ങൾ തുടങ്ങിയിരുന്നു. അപ്പോഴും ഞങ്ങൾ മനസ്സിലായി എന്തിനാണ് നമ്മൾ വേറെ ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ ഇതിനകത്ത് തന്നെ നിൽക്കുകയാണ്. 40 വർഷമായിട്ടും ഒരേ ബിസിനസ്. ഈ 40 കൊല്ലം കഴിഞ്ഞു 4 പാർട്ട്നേഴ്സിനും അതേ സഹായത്തോടെ ഇതേവിടെ ഒരേ മനസ്സാണ്, ഒരേ എളിമയാണ്. വളരാൻ ഇപ്പോഴും ഈ പ്രായത്തിലും വളർച്ചയുടെ കാര്യം തന്നെയാണ് ചിന്തിക്കുന്നത്. അതെ. ഒപ്പം ഞങ്ങളുടെ ടീം, ഞങ്ങൾ 4 ഞങ്ങളുടെ ആയിരങ്ങളുടെ ഒരു ടീമാണ് ഇപ്പം ബ്രില്യൻറ്റ്. നിങ്ങൾ കേട്ടു, ബ്രില്യൻറ്റ് പാല ഇന്ന് കേരളത്തിൽ അഭിമാനിക്കാവുന്ന ഒരു ബ്രാൻഡായി തീർന്നതിൻ്റെ പിന്നിൽ വലിയ ത്യാഗങ്ങളുണ്ട്. സഹോദര തുല്യരായ 4 പാർട്ട്നേഴ്സ്. അവരൊരു സ്ഥാപനം മനസ്സിൽ കാണുന്നു. അവരെ ഡ്രൈവ് ചെയ്തത് പണമായിരുന്നില്ല, പാഷനായിരുന്നു. ആ പാഷൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ നന്മ, നമ്മുടെയൊക്കെ മക്കളുടെ ഭാവി കരുതി അവർ ഉയർന്ന ജീവിത നിലവാരം ഉണ്ടാക്കാൻ, നല്ല ജോലി കിട്ടാനായി അവർ കണ്ടുപിടിച്ച ഒരു മേഖല. ഇതിന് ബിസിനസ് ടേമിൽ നമ്മൾ പറയുക ദ പവർ ഓഫ് 1 എന്നാണ്. ഒരു ഡൈവേഴ്സിഫിക്കേഷൻ അവർ ചെയ്തില്ല. അവർക്ക് വേണമെങ്കിൽ സ്ഥലക്കച്ചവടം തുടങ്ങാമായിരുന്നു, കൺസ്ട്രക്ഷൻ മേഖല ഒന്നിലേ ഇറങ്ങിയില്ല. അവരതിലേക്ക് മാത്രം തന്നെ ഫോക്കസ് ചെയ്തു. അത് 1ഉം 2ഉമല്ല. എനിക്ക് തോന്നുന്നു വേറെ ഒരു സ്ഥാപനത്തിനും പകരം വയ്ക്കാനില്ലാത്ത അപൂർവമായൊരു കഥയാണ് ബ്രില്യൻറ്റിൻ്റെ. 4 പാർട്ട്നേഴ്സ് 40 കൊല്ലമായി ഒരേ രീതിയിൽ ചിന്തിക്കുകയും എളിമയോടുകൂടി ജീവിക്കുകയും അവരുടെ വരും തലമുറയെപ്പോലും അത് പഠിപ്പിക്കുകയും രക്ഷിതാക്കളെയും സ്വന്തം ജീവനക്കാരെയും
കുട്ടികളെയൊക്കെ ഒരു ഫാമിലിയെ പോലെ കാണുകയും ഈ പ്രായത്തിലും അവരവിടെ വന്നിരുന്ന് ആർക്ക് വേണമെങ്കിലും സുതാര്യമായ ഓപ്പൺ ഡോർ പോളിസി എന്നാണ് ജാപ്പനീസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്ന പോളിസി അഡാപ്റ്റ് ചെയ്യുകയും ഇന്നും വളർച്ചയുടെ പാതയിലാണ്. അതിനൊരു കാരണമുണ്ട്. റിസൾട്ട് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ബിസിനസ്സിൽ പറയുന്നൊരു വാക്ക് തന്നെയുണ്ട്, ഡെമോക്രസി പോലെ തന്നെ റിസൾട്ടോക്രസി. അതിന് അപരനാമമായിരിക്കാം ബ്രില്യൻറ്റ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് വരിക, റിസൾട്ടിൽ ഗ്രോത്ത് ഉണ്ടാക്കുക. ഇന്ന് 10 പേര് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ റാങ്ക് നേടിയിട്ടുണ്ടെങ്കിൽ 10ൽ 10ഉം ബ്രില്യൻ്റ് ആണ് എന്ന് പറയേണ്ടി വരും. അതാണ് ബ്രില്യൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മികവെന്ന് പറയുന്നത്. അതിൻ്റെ വളർച്ചയുടെ പിന്നിൽ ആ 4 പാർട്ട്നേഴ്സ് അല്ല, അതിൻ്റെ പിന്നിൽ 1100ഓളം 2100ഓളം പേര് പോരാളികളായി തന്നെയുണ്ട്. ഒരേപോലെ കാണുന്ന, പരസ്പരം സാറെന്ന് വിളിക്കുന്ന, ബഹുമാനിക്കുന്ന, രക്ഷിതാക്കളെയും കുട്ടികളെയൊക്കെ ബഹുമാനിക്കുന്ന ഒരു കൾച്ചറുള്ള സ്ഥാപനം. നല്ല പൗരന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതിന് നമുക്ക് എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വമുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണമാണ് ബ്രില്യൻറ്റ് പാല. പാലാക്കാർക്ക് മാത്രമല്ല, ഓരോ മലയാളിക്കും, കേരളത്തിനും ഭാരതത്തിനുമൊക്കെ അഭിമാനിക്കാവുന്ന ഒരു സ്ഥാപനം. സർ, വളരെ എളിമയുള്ള ഒരു ജീവിതശൈലിയിലൂടെയും മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന, സിഗരറ്റ് വലിക്കാത്ത, കള്ളുകുടിക്കാത്ത, എളിമയുള്ള, മറ്റുള്ളവരെ സഹായിക്കണമെന്ന രീതിയിൽ 4 പേർ, എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ താങ്കളെ ബാക്കി 3 പാർട്ട്നേഴ്സിനെയും കൂടി നമിക്കുകയാണ്. കാരണം നമുക്കൊക്കെ അനുകരിക്കാവുന്ന മാതൃകപരമായ ഒരു സംസ്കാരം, ഇങ്ങനെ ഒരു തലമുറയായിരിക്കണം നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഒരു സംരംഭക കൾച്ചറാണ് നമുക്ക് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരം, ഞാനും പല സ്ഥലങ്ങളിലും ബ്രില്യൻ്റ് കേസ് സ്റ്റഡിയായി പറയുന്നത് നിങ്ങളുടെ ഒരുമയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ജീവനക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതും ബഹുമാനം കൊടുക്കുന്നതും ഇതൊക്കെ നമുക്ക് അനുകരണീയമാണ്. ഇനിയും നിരവധി ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി നിങ്ങളുടെ ബ്രില്യൻ്റെ കയ്യിൽ സുരക്ഷിതമാവട്ടെ. സാറിനെ പോലെ അഭിമാനിക്കാവുന്ന, പുറത്തോട്ടിറങ്ങി ബ്രില്യൻ്റ് എന്ന് പറയുമ്പോൾ അഭിമാനത്തോട് പറയാൻ നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനാവട്ടെ. ഇനിയും റിസൾട്ട് വരുമ്പോൾ എല്ലാവരും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് തന്നെ ആവട്ടെ എന്ന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.